നമ്മളെ ശരിക്കും കഴിഞ്ഞ ഒരു ക്ലാസ്സോടുകൂടി ഏകദേശം ചാപ്റ്ററൊക്കെ ഒതുക്കാൻ പറ്റേണ്ടതായിരുന്നു. പക്ഷെ പാരൻസ് മീറ്റിംഗ് ഒക്കെ വന്നപ്പോൾ ടൈറ്റായി. നമ്മുടെ ഇപ്പോൾ ഈ ചാപ്റ്റർ ഇനി ഒരു 6 ക്വസ്റ്റ്യനോട് എടുക്കാനുള്ളൂ. അതിൽ 1-2 ചോദ്യങ്ങൾ, 8 ചോദ്യങ്ങളോളം ഉണ്ട്. 6 നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. 1-2 ചോദ്യങ്ങൾ സാറ് കഴിഞ്ഞ കൊല്ലം തന്നെ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായി. ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങനെ ഡൗട്ട് വരാൻ സാധ്യതയുള്ളതും അത് എക്സാമിന് വരാത്ത ഇത്തിരി വലിയ ചോദ്യങ്ങൾ. അപ്പോൾ അത് സാറ് പറയാം. മാക്സിമം ചോദ്യങ്ങൾ ക്ലാസ്സിൽ തന്നെ ചെയ്യുക. ഇന്ന് അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൻ്റെ ഒരു അരമണിക്കൂറോടെ കൂടി ചാപ്റ്റർ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ സ്കൂളിൽ എവിടം വരെ ഈ ചാപ്റ്റർ കഴിഞ്ഞ? ഞാൻ സ്ലോ ആയ. സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങിയവരെന്ന് കഴിച്ച് സ്കൂളിൽ എവിടെയെങ്കിലും കുറച്ച് സ്ഥലത്ത് തുടങ്ങിയല്ലേ? കുഴപ്പമില്ല, നമുക്ക് ഈ ആഴ്ച പിടിക്കാം, കോമ്പൻസേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കൈയൊക്കെ ഒന്ന് ചൂടാക്കി ഒന്ന് ഫേസ് ലൈൻ കണ്ണിലേക്ക് വെച്ചോ. എടാ, ഇന്ന് എനിക്ക് തോന്നുന്നത് രാത്രി 10:30 പോർച്ചുഗലിൻ്റെ കളിയുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. കാണാൻ പ്ലാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ വീശി. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ചോദ്യങ്ങളൊക്കെ ചെയ്യാം. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ലോകകപ്പ് ക്യൂസ് മത്സരം നടത്താൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നടത്തണോ? ഓക്കെ, അതിൻ്റെ ഇടയിൽ നമുക്കിന്ന് ലോകകപ്പ് ടൈം എല്ലാവർക്കും നടത്താം. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ സാർ കുറച്ച് പറഞ്ഞുതരാം. അടുത്ത ചോദ്യത്തിൽ ഹെൽപ്ഫുൾ ആവുന്ന 1-2 കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് പേനടച്ച് വെച്ചേ. ഓക്കെ, എടാ, നിങ്ങൾ ആരെങ്കിലും ഫ്രാക്ഷണൽ നമ്പേഴ്സ് കേട്ടിട്ടുണ്ടോ? ബേസിക് ക്ലാസ്സിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഫ്രാക്ഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ. ഇത് എഴുതണ്ടട്ടാ, ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റ് അറിയാവുന്നവരൊന്നും കൈവീശി. ഇതായിരിക്കും ഫോർമാറ്റ്, A/B. ഇങ്ങനെ കണ്ടിട്ടില്ലേ? ഈ ഒരു ഫോർമാറ്റിലുള്ള നമ്പേഴ്സിൻ്റെ പേരാണ് ഫ്രാക്ഷൻ. ഈ മുകളിലും താഴെയുള്ള ആൾക്കാർക്ക് പേരുണ്ട്. എല്ലാവർക്കും പേരറിയോ? ഇതിന്റെ പേരെന്താ? ഒന്ന് കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചേ. ഇതിന്റെ പേരാണ് ന്യൂമറേറ്റർ. വെരി ഗുഡ്. അംശം എന്ന് മലയാളത്തിൽ പറയും. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, എഴുതണമെന്നില്ല. ഇതിന്റെ പേരെന്താണെന്നറിയോ? ബീഡ. ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്ന് പറയോടാ. അംശം, ഛേദം. അപ്പോൾ ഫ്രാക്ഷന്റെ ഫാമിലിയിൽ കുറെ ആൾക്കാരുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറയും. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മുകളിൽ ചിലപ്പോൾ ചെറുതായിരിക്കും, താഴെ വലുതായിരിക്കും. ഇങ്ങനെയുള്ള നമ്പേഴ്സ് കണ്ട, ഇവിടെ ചെറുത് ഇവിടെ വലുത്, ഇവിടെ ചെറുത് ഇവിടെ വലുത്, അങ്ങനെയുള്ള ഫ്രാക്ഷൻ ഉണ്ട്. ചില ഫ്രാക്ഷന്റെ പ്രത്യേകത ഇങ്ങനെ ഇരിക്കും, മുകളിൽ വലുത് താഴെ ചെറുത്, അങ്ങനെയുള്ള ഫ്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ട്, മിശ്ര ഭിന്നമുണ്ട്. ഈ ഫ്രാക്ഷൻ കണ്ടിട്ടുള്ളവരെന്ന് ചോദിച്ചു. പിന്നെ യൂണിറ്റ് ഫ്രാക്ഷൻ ഉണ്ട്. യൂണിറ്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം 1 ആയിരിക്കും മുകളിൽ. അങ്ങനെ കുറേ ഫ്രാക്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് അതിന്റെ ഫോർമാറ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ നമുക്ക് റിയൽ ലൈഫിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലടാ. ഇപ്പോൾ ഒരു കേക്ക് 2 കഷ്ണമാക്കി അതിലൊരു കഷ്ണം ഒരാൾക്ക്, അപ്പോൾ അതാണ് 1/2. അതിൽ 8 പീസ് ഉണ്ടെങ്കിൽ അതിൽ 3 പീസ് നമ്മൾ കഴിച്ചാൽ 3/8 എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ റിയൽ ലൈഫിലൊക്കെ ഫ്രാക്ഷൻ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഒക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങൾ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം, ഇൻറ്റു ചെയ്യുന്ന ഒരു പരിപാടി. അത് എത്ര പേർക്ക് അറിയുമെന്ന് അറിഞ്ഞുകൂടാ. ഇതും എഴുതണമെന്നില്ല. A/B = C/D. ഇതൊരു ഫ്രാക്ഷൻ ആണ്, ഇതൊരു ഫ്രാക്ഷൻ ആണ്. ഇവിടുത്തെ ന്യൂമറേറ്റർ ആരാ? കൈകൊണ്ട് ആക്ഷൻ കാണിച്ചേ. ഇവിടുത്തെ ന്യൂമറേറ്റർ A ആണ്. ഡിനോമിനേറ്റർ ആരാ? B ആണ്. ഓക്കെ, ഇവിടുത്തെ ന്യൂമറേറ്റർ ആരാ? C ആണ്. ഇവിടുത്തെ ഡിനോമിനേറ്റർ D ആണ്. എടാ, ഈ ഒരു ഫോർമാറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങോട്ടും ക്രോസ് ചെയ്തെന്ന് വിചാരിക്കുക. ക്രോസ് ചെയ്യുമ്പോൾ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യും, ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. ഒന്നെങ്കിൽ A/D അല്ലെങ്കിൽ D/A എന്ന് എഴുതാം. അപ്പോൾ A/D ഈ സിമ്പിൾ ഇടാം, = C/B എന്ന് എഴുതാം, അല്ലെങ്കിൽ B/C എന്ന് എഴുതാം. അത് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാൻ പറ്റും. ഇത് നമ്മളുടെ മാത്സിലൊരു റൂളാണ്. ഒരു ഫ്രാക്ഷൻ ഈക്വൽ ഒരു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ചെയ്തിട്ട് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുന്നു, ഈക്വൽ ആണ് സിമ്പിൾ, അത് അങ്ങനെ തന്നെ എഴുതാം. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുന്നത് ഈക്വൽ ആയിരിക്കുമെന്ന്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആളില്ലേ, അതെന്തിനും ഈക്വൽ ആയിരിക്കും. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആൾക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുമെന്ന്. ഓക്കെ, ഈ സംഭവം സെറ്റാണ്. സ്ക്രീനിലേക്ക് അടിച്ച്. ഓക്കെ, ഇതൊക്കെ അടുത്ത ചോദ്യത്തിൽ ആവശ്യമുണ്ട്, അതുകൊണ്ട് സാർ പറയാനാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രാക്ഷൻ ആയിട്ട്, കാരണം ഫ്രാക്ഷൻ്റെ ഒരു ചോദ്യമാണ് ചെയ്യാൻ പോകണേട്ടോ, അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ നിങ്ങൾ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം, ഇപ്പോൾ 5/10 ഒരു ഫ്രാക്ഷൻ ആണ്. ഇതിന്റെ ന്യൂമറേറ്റർ ആരാ? കൈകൊണ്ട് ആക്ഷൻ കാണിച്ചേ. 5. ഡിനോമിനേറ്റർ ആരാ? 10. എടാ, ഈ ഫ്രാക്ഷനെ നമുക്ക് 1/2 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ ചെറുതാക്കാൻ പഠിച്ചിട്ടുള്ളവരെന്ന് ചോദിച്ചു. അതൊന്നുമില്ല. ഈ ഫ്രാക്ഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ള കാര്യം ഓർത്തോ. ഇതിനെ 2നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/2 എന്ന് കിട്ടും. ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിനെ ചെറുതാക്കാൻ പറ്റും. അപ്പോൾ ഈ ഫ്രാക്ഷൻ ചെറുതാക്കി ഇത് രണ്ടും സെയിം ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ചെറിയ ഫോർമാറ്റ് ആണ് ഇവിടെ.
അപ്പോൾ വേണമെങ്കിൽ അതുപോലെ ഇപ്പോൾ 6/8 ഇതൊരു ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റും. രണ്ടിനെയും കോമൺ ആയിട്ട് ഏത് നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം. എനിക്ക് കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ 2 ഫ്രാക്ഷൻ സെയിം ആണ്. ഇതിന്റെ ചെറിയ ഫോർമാറ്റ് ആണ് ഇത്. അപ്പോൾ ഇത്രയാണ് ഫ്രാക്ഷനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിയേണ്ടത്. ഇത്ര സെറ്റാണ് ഒന്ന് സ്ക്രീനിലേക്ക് അടിച്ചേ. ഓക്കെ, അതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു. 7ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ന്യൂമറേറ്റർ ആരാ, ഡിനോമിനേറ്റർ ആരാ? ഓക്കെ, അതൊക്കെ അറിയാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫോർമാറ്റ് അറിയാം. ഒരു കാര്യം കൂടി സാർ പറയട്ടെ, നിങ്ങൾക്ക് ബ്രാക്കറ്റിന് പുറത്തുള്ള ആളിനെ ഇൻറ്റു ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ 3 × x + 5. ഇത് ഇൻറ്റു ചെയ്യാൻ അറിയാവുന്നവരൊന്ന് കൈവച്ച്. ഇതും ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യമാണ്. ബ്രാക്കറ്റിന് പുറത്തൊരാളുണ്ടെങ്കിൽ ഉള്ളിലുള്ള 2 പേരെ എങ്ങനെ ഇൻറ്റു ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ബേസിക് ക്ലാസ്സിൽ ഇരുന്നവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. ഇതും ഇൻറ്റു ചെയ്യുക. 3ഉം x ഉം ഇൻറ്റു ചെയ്യുക. 3 × x. ഇനി ഈ ചിഹ്നം എന്താണോ അത് ഇടുക. ഇനി 3ഉം 5ഉം ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒറ്റ അടിക്ക് എഴുതാം. 3 × x 3x ആണ്, പ്ലസ് 3 × 5 15 ആണ്. ഇങ്ങനെ ആക്കാൻ പഠിച്ചിട്ടുള്ളവരൊന്ന് സ്ക്രീനിലേക്ക് അടിച്ച് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇതൊക്കെ നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ, കാരണം ബേസിക് അധികം എടുക്കാൻ സമയമില്ല അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ 6 × x - 8 ഇങ്ങനെയാണെങ്കിൽ ബ്രാക്കറ്റിന് പുറത്തുള്ള ആൾ 6 × x 6x എന്ന് വരും. ഈ ചിഹ്നം മൈനസ് ആണ്. 6 × 8 48 എന്ന് വരും. എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ x + 5 × 7. ഇനി ഇവിടെയാണെങ്കിലും നോക്കണ്ട, ബ്രാക്കറ്റിന് പുറത്തുള്ള ആൾ ഉള്ളിലുള്ള 2 പേര് ഇൻറ്റു ചെയ്യണം. ഇതും ആദ്യത്തെ ആൾ ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ 7 × x 7x എന്ന് വരും. ഈ ചിഹ്നം പ്ലസ് ആണ്. 7 × 5 35. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ബേസിക് ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി എടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് ഓർത്തോ. ഇതെല്ലാം കൂടി നമുക്കൊരു ചോദ്യത്തിൽ ആവശ്യമുണ്ട്. അപ്പോൾ ആ ചോദ്യം ചെയ്യാൻ റെഡിയാണെങ്കിൽ ഒന്ന് സ്ക്രീനിലേക്ക് അടിച്ചേ. ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് ആർക്കെങ്കിലും അറിയാം? ഞാൻ ഇത്രയും പറഞ്ഞത് ബിൽഡപ്പ് കൊടുത്ത ഏത് ചോദ്യമായിരിക്കും? ഫ്രാക്ഷനായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ടെക്സ്റ്റിലെ ഏത് ചോദ്യമാണെന്ന് കണ്ടുപിടിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവശിക്കോ. ഏത് ചോദ്യം ചെയ്യാനായിരിക്കും ഞാൻ ഇത്രയും ഇൻട്രോ ഒക്കെ പറഞ്ഞത്? അനീസയ്ക്ക് ഏത് ചോദ്യം ഒന്ന് കിട്ടി? അനീസ കുട്ടാ, ഗുഡ് ഈവനിങ്. അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. എടാ എല്ലാവരും പേജ് നമ്പർ 11 ഒന്ന് എടുത്തേ. 11 പേജ് 11 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിനി ചെയ്യാൻ പോകണം. എടാ അപ്പം അത് നല്ല ക്വസ്റ്റ്യൻ ആണ്, ഡീസൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്ന് സ്ക്രീനിലേക്ക് നോക്കാം. ഒന്ന് വേഗം വായിച്ചു നോക്കി. 11 6ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. എല്ലാവരും നോട്ട്ബുക്കിൽ ആ പേജ് നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും ഇട്ടോട്ടോ. ഓക്കെ, അപ്പോൾ ചോദ്യം ഇത്രേ ഉള്ളൂ. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its ന്യൂമറേറ്റർ ബിക്കംസ് 1/3. ഒരു ഫ്രാക്ഷൻ, ഒരു ഭിന്നസംഖ്യ, അതിൽ ന്യൂമറേറ്ററിന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ അത് എന്തായിട്ട് മാറി? 1/3 ആയിട്ട് മാറി, ചെറുതായിന്ന്. If instead 1 is added to the denominator, then simplified it becomes 1/4. അപ്പോൾ ആ ഫ്രാക്ഷനിൽ ഡിനോമിനേറ്റർ ഛേദത്തിന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ ആ ഫ്രാക്ഷൻ എന്തായിട്ട് മാറി? 1/4 ആയിട്ട് മാറി. വാട്ട് ഇസ് ദ ഫ്രാക്ഷൻ? ഭിന്നസംഖ്യ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഒന്നൊരു വായിക്കാം. എ ഫ്രാക്ഷൻ, ഒരു ഭിന്നസംഖ്യ ഉണ്ട്. ആ ഭിന്നസംഖ്യയിൽ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ മുകളിലാണോ താഴെയാണോ? ഒന്ന് ആക്ഷൻ കാണിച്ച്. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ മുകളിലാണ്. അപ്പോൾ മുകളിൽ 1 കൂട്ടിയപ്പോൾ ആ ഫ്രാക്ഷൻ ചെറുതായപ്പോൾ എന്തായി? 1/3 ആയി. അടുത്ത കണ്ടീഷൻ, അടുത്ത സെന്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ഛേദത്തിൽ 1 കൂട്ടിയപ്പോൾ അതെന്തായിട്ട് മാറി? 1/4 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ഫ്രാക്ഷൻ എന്നാണ് ചോദ്യം. ഭിന്നസംഖ്യ എന്താണെന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഐഡിയ സാർ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഓൺ ചെയ്തോ. ഒന്ന് പേജ് നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ ഇട്ടാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രാക്ഷൻ, നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ വിളിക്കൂലേ, നമ്പേഴ്സ് എക്സ് വൈ എന്നൊക്കെ പറഞ്ഞ് വിളിക്കൂലേ. ഇവിടെ നമുക്ക് ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഫ്രാക്ഷന്റെ ഫോർമാറ്റ് എന്താണെന്ന് ആക്ഷൻ കാണിച്ചേ. ഭിന്നസംഖ്യയുടെ മുകളിലും താഴെ ഒരാളുണ്ടാവും. അപ്പൊ ഇങ്ങനെ എഴുതിക്കും എല്ലാവരും. ലെറ്റ് ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു ഭിന്നസംഖ്യ ഇസ് ഈക്വൽ ടു x/y. മലയാളം മീഡിയംകാര് ഭിന്നസംഖ്യ എന്ന് എഴുതാം കേട്ടോ. ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു x/y. മലയാളം മീഡിയംകാര് ഭിന്നസംഖ്യ ഇസ് ഈക്വൽ ടു x/y. ഓക്കെ, ഭിന്നസംഖ്യ ഇസ് ഈക്വൽ ടു x/y. എടാ ഇനി ആദ്യത്തെ കണ്ടീഷൻ സാർ ഒന്ന് വായിക്കാം. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its ന്യൂമറേറ്റർ ബിക്കംസ് 1/3. എടാ ഈ ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ ആരാ? ഒന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചേ. ന്യൂമറേറ്റർ എക്സ് ആണ്, ഡിനോമിനേറ്റർ ആരാ? y ആണ്. ഇതാണ് അംശം, ഇതാണ് ഛേദം. അവർ ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞിട്ടുള്ളത് ന്യൂമറേറ്ററിന്റെ കൂടെ 1 കൂട്ടി, അപ്പോൾ ഇത് ചെറുതാക്കിയപ്പോൾ 1/3 എന്ന് വന്നെന്നാണ് ആദ്യത്തെ ക്ലൂ.
ന്യൂമറേറ്ററിന്റെ കൂടെ 1 കൂട്ടി, അപ്പൊ ഈ ഫ്രാക്ഷൻ എന്തായിട്ട് മാറി? 1/3 ആയിട്ട് മാറി. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ നമുക്കൊന്ന് ചുരുക്കി എഴുതാം. ഇങ്ങനെ എഴുതിക്കോ, ഇങ്ങനെ എഴുതിക്കോ, when 1 is added to numerator, അംശത്തിന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ, എടാ ഈ ഫ്രാക്ഷൻ എന്തായിട്ട് മാറി? ചെറുതാക്കിയപ്പോൾ 1/3 ആയിട്ട് മാറി. എല്ലാവരും എഴുതിക്കോ, ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ കേട്ടോ. when 1 is added to numerator, മലയാളം മീഡിയംകാര് ന്യൂമറേറ്ററിന്റെ മലയാളം അംശം എന്നാണ് കേട്ടോ. അംശത്തിന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ ഭിന്നസംഖ്യ 1/3 ആയിന്ന്. നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ലേ സാർ നേരത്തെ, 5/10 ഇങ്ങനെ എഴുതാന്ന് പറഞ്ഞില്ലേ ചെറുതാക്കുമ്പോ, അതുപോലെ അങ്ങനെ ആക്കി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ന്യൂമറേറ്ററിന്റെ കൂടെ അംശത്തിന്റെ കൂടെ 1 കൂട്ടുമ്പോൾ ഈ ഫ്രാക്ഷൻ എന്തായിട്ട് മാറി? 1/3 ആയിട്ട് ചെറുതാക്കാൻ പറ്റുമെന്ന്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ സെറ്റാണ്. സ്ക്രീനിലേക്ക് അടിച്ച് സെറ്റാണോ? ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് സാർ എഴുതാം, അടുത്തത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് പറയണം. അംശത്തിന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ ഭിന്നസംഖ്യ 1/3 ആയി. അപ്പൊ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള ഫ്രാക്ഷൻ. ഇതിന്റെ ന്യൂമറേറ്ററിന്റെ കൂടെ 1 കൂട്ടി, ഡിനോമിനേറ്ററിൽ ചേഞ്ച് ഒന്നുമില്ല, ന്യൂമറേറ്ററിന്റെ കൂടെ 1 കൂട്ടി, അപ്പൊ അത് 1/3 ആയിരുന്നു. അപ്പൊ എല്ലാവരും ഇതിന്റെ ഒപ്പം 1 കൂട്ടി എന്ത് വരും നോക്കി, താഴെ എഴുതിക്കോ, x+1. ഇതിന്റെ ഒപ്പം 1 കൂട്ടി, ഡിനോമിനേറ്ററിന് വ്യത്യാസമൊന്നുമില്ല, അപ്പൊ ഇങ്ങനെയാണ് ഫ്രാക്ഷൻ ആയിട്ടുള്ളത്. അത് എന്തായിട്ട് മാറിയെന്ന്? 1/3 ആയിട്ട് മാറിയെന്ന്. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഇത് ക്രോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ആക്കാൻ പറ്റും. അപ്പൊ ഈ സംഭവം എഴുതിയത് കത്തിയവരൊന്ന് സ്ക്രീനിലേക്ക് അടിച്ച്. ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററിന്റെ കൂടെ 1 കൂട്ടി, അപ്പൊ ആ ഫ്രാക്ഷൻ 1/3 ആയിട്ട് മാറി. ന്യൂമറേറ്റർ എക്സ് ആണ്, അതിന്റെ ഒപ്പം 1 കൂട്ടി, ഡിനോമിനേറ്ററിന് വേറെ ചേഞ്ച് ഒന്നുമില്ല, അപ്പൊ ഇങ്ങനെയായി. അതിനെ നമുക്ക് 1/3 ആക്കാൻ പറ്റുമെന്നാണ് ക്ലൂ തന്നേക്കണേ കേട്ടോ. ഇതിനെ ചെറുതാക്കിയ 1/3 ആക്കാൻ പറ്റുമെന്ന്. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സാറ് ഫോർമാറ്റ് പറഞ്ഞു തന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക. അപ്പൊ എല്ലാവരും ഒന്ന് ക്രോസ് ചെയ്തേ, ഇങ്ങനെ ക്രോസ് ചെയ്യുക. 2 ഫ്രാക്ഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാന്ന് സാറ് തൊട്ട് മുമ്പ് കാണിച്ചു തന്നു. അപ്പൊ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക, ഈക്വൽ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയായിരിക്കും കേട്ടോ. അപ്പൊ നമ്പറാണ് സാർ ആദ്യം എടുക്കുന്നത്. അപ്പൊ 3യും ഇതും ഇൻറ്റു ചെയ്യണം. അപ്പൊ എഴുതിക്കോ, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഇതും ഇൻറ്റു ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഇൻറ്റു ചെയ്യുക. അപ്പൊ 3 × x+1, നടുക്കുള്ള സിമ്പൽ ഈക്വൽ, ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക, 1 × y. സാർ നമ്പർ ആദ്യം ഇൻറ്റു ചെയ്യാൻ സെലക്ട് ചെയ്തെന്നുള്ളൂ, ഇൻറ്റു ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ 3 × x+1 ഈക്വൽ 1 × y. ഇനി എപ്പോഴും ശ്രദ്ധിക്കുക, 3 ഇൻറ്റു ചെയ്യേണ്ടത് ഈ 2 ആൾക്കാരോട് കൂടിയാണ്. എക്സിനെ മാത്രമല്ല, x+1 ടോട്ടലാണ് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പൊ ഇൻറ്റുവിന് ശേഷം ഈ 2 പേരെയും ഇൻറ്റു ചെയ്യേണ്ടതാണ്. അപ്പൊ ഒരു ബ്രാക്കറ്റ് കേട്ടോ, അതെല്ലാവരും ശ്രദ്ധിക്കണം. 3 × x+1 എന്നാണ്. 3 ഈ 2 പേര് ഇൻറ്റു ചെയ്യണം. അപ്പൊ ഇൻറ്റുവിന് ശേഷം ഈ 2 പേരുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഇവിടം വരെ ഓക്കെ ആണെങ്കിൽ ഒന്ന് സ്ക്രീനിലേക്ക് അടിച്ചേ. എടാ ബ്രാക്കറ്റിന് പുറത്തുള്ള ആളിനെ ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്യാൻ പറ്റുമെന്നുള്ളവരൊന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. ഇത് ഇൻറ്റു ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായി, വേഗം ഒന്ന് പറഞ്ഞു തന്നെ. ബ്രാക്കറ്റിന് പുറത്തുള്ള ആള് എങ്ങനെ ഇൻറ്റു ചെയ്യണം? ഒരാൾ വിളിച്ച സാറേ, ഗൗതമി, ബ്രാക്കറ്റിന് പുറത്തുള്ള ആളെ നമ്മൾ എങ്ങനെ ഇൻറ്റു ചെയ്യും? എല്ലാവരും ഒന്ന് ആരോ കേട്ടോ, അതെ ഇതും ഇൻറ്റു ചെയ്യണം. 3 × x 3x എന്ന് വരും. ഈ ചിഹ്നം പ്ലസ്. ഇനി എങ്ങനെ ഇൻറ്റു ചെയ്യണം? 3 × 1 3 വരും കേട്ടോ. ഓക്കെ, എടാ 3 × x 3x എന്ന് വരും. ഈ ചിഹ്നം എഴുതാ, 3 × 1 3 എന്ന് എഴുതും. വെരി ഗുഡ്. ഈക്വൽ, എടാ 1നെ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താലും അത് തന്നെയല്ലേ വരുവുള്ളൂ. അപ്പൊ 1 × y എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും y എന്ന് എഴുതിക്കോ, y. ഓക്കെ, ഇനി നമ്മളിത് ഇക്വേഷന്റെ ഫോർമാറ്റ് ആയാൽ നോക്കി. ആയിട്ടില്ല. ഇക്വേഷന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എക്സും വൈയുടെ ആൾക്കാർ ലെഫ്റ്റും നമ്പർ ഇപ്പുറത്തുമാണ്. നമ്മൾ ഇങ്ങനെയല്ലേ എഴുതണേ, x+y = 5, ഇങ്ങനെയൊക്കെ ഇക്വേഷൻ എഴുതണേ. അപ്പൊ നമുക്ക് നമ്പറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം, വൈനേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. എക്സ് ഇവിടെ ഓൾറെഡി സെറ്റാണ്, കുഴപ്പമില്ല. അപ്പൊ 3x അങ്ങനെ തന്നെ എഴുതിക്കോ. ഇനി എല്ലാവരും ആക്ഷൻ കാണിച്ചേ. ഈ +y ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സിമ്പലാവും? ആക്ഷൻ കാണിക്കും. +y ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -y ആയി. വെരി ഗുഡ്. ഈ +3 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സിമ്പലാവും? ഒന്ന് ആക്ഷൻ കാണിച്ചേ. -3 ആയി. അപ്പൊ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1. ഇത്രേ ഉള്ളൂ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ ഇത്ര ഇക്വേഷൻ നമുക്ക് ആക്കാൻ പറ്റിയത് ആദ്യത്തെ സെന്റൻസോട് കൂടിയാണ്. അപ്പൊ ഒരു പ്രാവശ്യം കൂടി സാറ് പറയാ, കത്താത്തവരുണ്ടെങ്കിൽ നോക്കിക്കോ. നമ്മളോട് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം, അതുകൊണ്ട് ഫ്രാക്ഷന്റെ ഫോർമാറ്റ് ആയി തന്നെ നിങ്ങൾ എടുക്കുക. സാധാരണ നമ്മൾ നമ്പേഴ്സിന് x y എന്നൊക്കെ എടുക്കൂലടാ, അതുപോലെ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാനാണ് ഈ ചോദ്യം, അതുകൊണ്ട് അതിന്റെ ഒരു ഫോർമാറ്റ് എടുക്കുക. x/y ആണ് നമ്മളുടെ ഫ്രാക്ഷൻ. അത് ആരാണെന്ന് കണ്ടുപിടിക്കണം. എക്സും വൈയും കണ്ടുപിടിക്കലാണ് നമ്മളുടെ ജോലി. അപ്പൊ അതിനുവേണ്ടി അവർ ആദ്യത്തെ ക്ലൂ പറഞ്ഞിട്ടുള്ളത്, ഇതിന്റെ ന്യൂമറേറ്റർ ഇതാണ്, ഡിനോമിനേറ്റർ ഇതാണ്. ഇതാണ് അംശം, ഇതാണ് ഛേദം. ഈ അംശത്തിന്റെ ഒപ്പം 1 കൂട്ടി എന്നാണ് അവർ പറയണേ. ഡിനോമിനേറ്ററിൽ ചേഞ്ച് ഒന്നുമില്ല,
ഇതിൻ്റെ ഒപ്പം 1 കൂട്ടി. അപ്പോൾ അതേ സാറോട് എഴുതി 1 കൂട്ടുമ്പോൾ ആ ഫ്രാക്ഷൻ എന്തായിട്ട് മാറിയെന്ന് 1/3 ആയിട്ട് ചെറുതാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഈക്വൽ എന്ന് കൊടുത്തോ. ഞാൻ സാർ പറഞ്ഞില്ലേ 5/10 1/2 എന്നാക്കാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഒപ്പം ന്യൂമറേറ്ററിനൊപ്പം 1 കൂട്ടി, ഡിനോമിനേറ്ററിന് ചേഞ്ച് ഒന്നുമില്ല, അതെന്തായിട്ട് മാറി 1/3 ആയി ബിക്കംസ്. അപ്പോൾ ഈക്വൽ കൊടുക്കുക. അപ്പോൾ ഇതായിട്ട് മാറിയെന്ന് ഈക്വൽ 1/3 എന്ന് കൊടുക്കുക. ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക, എന്നാലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. 3യും ഇതും ഇൻറ്റു ചെയ്യുക, അല്ലെങ്കിൽ ഇതും ഇൻറ്റു ചെയ്യാട്ടോ, എങ്ങനെ ആയാലും മതി. ഈക്വൽ സിമ്പിൾ ഇടുക, ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. ഇത് ഇൻറ്റുവിന് ശേഷം ഇവർ രണ്ടുപേരും ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2 പേർക്കും ബാധകമാണ് ഇൻറ്റു. അപ്പോൾ 2 പേരുണ്ടെങ്കിൽ ഇൻറ്റുവിന് ശേഷം 2 പേരുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടുക, 1 × y ചെയ്യുക, ഇത് പുറത്തേക്ക് എടുക്കുക, വൈന് ഇപ്പുറത്തേക്ക് ആക്കാം. അങ്ങനെ ആദ്യത്തെ സെൻറ്റൻസ് വഴി നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആക്കി. നിങ്ങൾ താഴേക്ക് എഴുതണോടാ, സാർ ഇവിടെയാണ് എഴുതണേ. അടുത്ത സെൻറ്റൻസ് സാർ എഴുതി തരാം, ഇതുപോലെ ഇക്വേഷൻ ആക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യണം. അടുത്ത സെൻറ്റൻസ് അവർ പറഞ്ഞിട്ടുള്ളത് ഇഫ് ഇൻസ്റ്റെഡ് 1 is added to denominator. ഡിനോമിനേറ്റർ മുകളിലാണ് താഴെയാണെന്നൊന്ന് ആക്ഷൻ കാണിച്ചേ. ഡിനോമിനേറ്റർ താഴെയാണ്, താഴെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെന്തായിട്ട് മാറിയെന്ന് ആ ഫ്രാക്ഷൻ 1/4 ആയിട്ട് മാറിയെന്ന്. 1/4 ആയിട്ട് ചെറുതാക്കാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞേക്കണേ. അപ്പോൾ എല്ലാവരും അടുത്ത സെൻറ്റൻസ് എഴുതിക്കോ. when 1 is added to denominator, 1 ഡിനോമിനേറ്ററിന്റെ മലയാളം ഛേദം എന്നാണ്, ഇങ്ങനെയാണ് എഴുതണേ. ഛേദത്തിന്റെ കൂടെ 1 കൂട്ടുമ്പോൾ ആ ഫ്രാക്ഷൻ എന്തായിട്ട് മാറി? ഭിന്നസംഖ്യ ഇസ് ഈക്വൽ ടു ആ ഫ്രാക്ഷൻ മാറിയിട്ടുള്ളത് 1/4 എന്ന് മാറിയിട്ടോ. 1/4. ഓക്കെ. അപ്പോൾ എടാ ഈ ഫ്രാക്ഷൻ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള ഫ്രാക്ഷൻ. അതിൽ ഡിനോമിനേറ്ററിന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ ആ ഫ്രാക്ഷൻ എന്തായിട്ട് മാറി? 1/4 ആയിട്ട് മാറി. അപ്പൊ ന്യൂമറേറ്ററിൽ വേറെ ചേഞ്ച് ഒന്നുമില്ല, ഡിനോമിനേറ്ററിനൊപ്പം 1 കൂട്ടിയെന്നാണ്ടാ. അപ്പൊ എക്സ് അങ്ങനെ തന്നെ ഇട്ടോ, ബൈ ഡിനോമിനേറ്ററിന്റെ കൂടെ 1 കൂട്ടാ. അപ്പൊ ആ ഫ്രാക്ഷൻ ചെറുതാക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് അവർ പറഞ്ഞേക്കണേ? 1/4 എന്ന് കിട്ടിയെന്ന്. അപ്പൊ ഈക്വൽ 1/4 എന്ന് കൊടുത്തോ. ഇങ്ങനെ സ്വയാക്കാൻ പറ്റിയവരൊന്ന് സ്ക്രീനിലേക്ക് അടിച്ച്. സ്വയാക്കാൻ പറ്റിയവരുണ്ട്, വെരി ഗുഡ്. അപ്പൊ ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി ക്രോസ് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ ആക്കാം, അത്ര ഉള്ള പരിപാടി. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കാൻ പറ്റണം, ഇതാണ് നമ്മളുടെ ചലഞ്ച്. നമ്മുടെ ഫ്രാക്ഷൻ എടുക്കുക, ഡിനോമിനേറ്ററിന്റെ കൂടെ 1 കൂട്ടി, ന്യൂമറേറ്റർ അംശത്തിന് ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെയായി. ആ ഫ്രാക്ഷൻ എന്താക്കിയാൻ പറ്റുമെന്നാണ് ക്ലൂ തന്നേക്കണേ? 1/4. അപ്പൊ ഈക്വൽ 1/4 എന്ന് കൊടുക്കുക. ഇനി ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക. എല്ലാവർക്കും ഇൻറ്റു ഒക്കെ ചെയ്യാൻ അറിയാം. അതേടാ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. ആദ്യം സാർ നമ്പറാണ് ഇപ്പോഴും എടുക്കണേ കംഫർട്ടിന് വേണ്ടി. അപ്പോൾ 4 × x എന്ന് എഴുതാം, ഈക്വൽ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1 × y + 1. അപ്പോൾ 1 × 1 ഈ 2 പേര് ഇൻറ്റു ചെയ്യണം. ഇൻറ്റുവിന് ശേഷം 2 പേരുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടോ. അപ്പോൾ 4 × x എന്ന് പറഞ്ഞാൽ 4x എന്ന് വരും, ഈക്വൽ. എടാ 1 ഏത് നമ്പർ കൊണ്ടും വേരിയബിൾ കൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് തന്നെ വരുള്ളൂ. 1 × 100 100 ആണ്, 1 × x x ആണ്. അപ്പോൾ 1 × ഇയാൾ എന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ y + 1 എന്ന് മാത്രം ഇവിടെ എഴുതിയാൽ മതി. 1 × y + 1 എന്ന് പറഞ്ഞാൽ y + 1 എന്ന് മാത്രം വരുള്ളൂ. ഇത് ഇക്വേഷന്റെ ഫോർമാറ്റ് ആണോ അല്ലേ? ഒന്ന് ആക്ഷൻ കാണിച്ചേ. ഇത് ഇക്വേഷന്റെ ഫോർമാറ്റ് അല്ല. അപ്പോൾ വൈനെയൊക്കെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം, നമ്പറിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവരാം. 4x ഓൾറെഡി ഇവിടെ ഉണ്ട്, 4xന് അങ്ങനെ തന്നെ എഴുതിക്കോ. എടാ ഈ +y ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സിമ്പിൾ ആവും? ഒന്ന് ആക്ഷൻ കാണിച്ചേ. +y ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -y എന്നായി. ഈക്വൽ ഇടാം. 1 ഇവിടെ ഓൾറെഡി ഉണ്ട്, സേഫ് ആണ്, അവിടെ കുഴപ്പമില്ല. ഇതിനെല്ലാവരും ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം കേട്ടോ. ഓക്കെ. ഇപ്പൊ 2 ഇക്വേഷനും താഴേക്ക് എഴുതാം. ഇപ്പൊ 4 മാർക്കാണെങ്കിൽ എല്ലാവർക്കും 2 മാർക്ക് കിട്ടി. ഇപ്പൊ ഇവിടം വരെ വേഗം നോക്കി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാന്ന് നോക്കി. ഇതാണ് അവർ ആദ്യം തന്നെ പറഞ്ഞേക്കണേ കേട്ടാ. ഫ്രാക്ഷൻ എടുക്കുന്നു, ഇതിനൊപ്പം 1 കൂട്ടി, ഇതിന് ചേഞ്ച് ഇല്ല. അപ്പൊ ആ ഫ്രാക്ഷൻ 1/3 ആയി. അപ്പൊ ഈക്വൽ 1/3 എന്ന് കൊടുക്കുക. ഇതിനെ ചെറുതാക്കുക, ഇതാക്കാൻ പറ്റുമെന്നാണ് അവർ ഉദ്ദേശിക്കണേ. ഈക്വൽ കൊടുക്കുക, ക്രോസ് ചെയ്യുക. ഇനി ഡിനോമിനേറ്ററിൽ 1 കൂട്ടി, ഇതിന് ചേഞ്ച് ഇല്ല. അപ്പൊ അത് 1/4 ആയി. അപ്പൊ ഈക്വൽ 1/4 എന്ന് കൊടുക്കുക, ക്രോസ് ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്കാണ് വിട്ടു തന്നിട്ടുള്ളത്. ഈ 2 ഇക്വേഷൻ താഴേക്ക് എഴുതാം. അത് സോൾവ് ചെയ്തിട്ട് എക്സും വൈയും കണ്ടുപിടിച്ചാൽ നമുക്ക് ആ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ താഴേക്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും നമുക്ക് പറ്റുമെങ്കിൽ വലുത് മുകളിലും ചെറുത് താഴെ എഴുതിയാൽ ബെറ്റർ ആയിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് നമ്പറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് വലുത്, ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ഒക്കെ അല്ലേ. അപ്പോൾ ഇക്വേഷൻ 2 ആദ്യം എഴുതിക്കോ, തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. കംഫർട്ടിന് വേണ്ടി ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ആദ്യം 2 എഴുതാം, താഴെ 1 എഴുതാം. സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആരാദ്യം സോൾവ് ചെയ്യും? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വേഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു 2 minutes ടൈം. ഇതെന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളവർക്ക് റൈസ് സ്റ്റാൻഡ് ചെയ്യാം.
പോട്ടെ, സോൾവ് ചെയ്യാൻ പറ്റൂലെങ്കിലും എനിക്ക് ഇതിന്റെ സ്റ്റെപ്പ് പറഞ്ഞു തരാൻ പറ്റും എന്നുള്ളവർക്ക് റൈസ്റ്റാൻഡ് ചെയ്യാം. ബാക്കിയുള്ളവർ വേണ്ട ട്രൈ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, എത്ര പേരുണ്ട് സാർ? 27 പേർക്കുണ്ട്. ബാക്കിയുള്ളവർ കമോൺ. 2 ഇക്വേഷൻ താഴേക്ക് എഴുതാം. എടാ ആദ്യം 1ഉം പിന്നെ താഴെ 2 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞാണ്, ചിലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കി പെറുക്കി എഴുതാൻ പറ്റും. അപ്പൊ വലുത് മുകളിലും ചെറുത് താഴെ എഴുതിയാൽ നല്ലതായിരിക്കും കേട്ടോ. ഒരാൾ വിളിച്ചോ സാറെന്നാ? ആഷിഫ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആഷിഫയെ തുടങ്ങാം. ആഷിഫ അൺമ്യൂട്ട് ആവണില്ല. ഓക്കെ, ഞാൻ തൽക്കാലം ഫസ്റ്റ് ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ എഴുതി. 4x - y = 1. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഞാൻ ഇതാണ് ആദ്യം എഴുതിയേക്കണം കേട്ടോ, വലുത് ആദ്യം എഴുതി. 3x - y = -3. ഓക്കെ, കുഴപ്പമില്ല, സാർ ഹെൽപ്പ് ചെയ്യാം. ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി. ഒന്ന് ആക്ഷൻ കാണിച്ച എല്ലാവരും. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യണം. ഇങ്ങനെ നോക്കാം. സെയിം ആയിട്ട് ആരെങ്കിലും ഉണ്ടായില്ലേ? ഇങ്ങനെ നോക്കാം. ഉണ്ട്, ദേന സെയിം ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഒരു വര ഇട്ടോ. ഇനി എൻ്റെ ചോദ്യം, സെയിം വേരിയബിൾ ആണ്, സെയിം സൈൻ ആണ്, ഇവിടെ മൈനസ് ആണ്, ഇവിടെ മൈനസ് ആണ്. അപ്പൊ ഇത് തമ്മിൽ കുറയ്ക്കണോ കൂട്ടണോ? എല്ലാവരും ഒന്ന് ആക്ഷൻ കാണിച്ചേ. സെയിം വേരിയബിൾ ആണ്, സെയിം സൈൻ ആണ്. അപ്പൊ അത് തമ്മിൽ ആക്ഷൻ കാണിക്കുക എല്ലാവരും. സെയിം വേരിയബിൾ സെയിം സൈൻ, കുറയ്ക്കണം. വെരി ഗുഡ്. അപ്പൊ എല്ലാവരും ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 എന്ന് എഴുതിക്കോ. അത് തമ്മിൽ കുറച്ചാൽ മതി കേട്ടോ. സെയിം വേരിയബിൾ സെയിം സൈൻ ആണ്. അപ്പൊ കുറയ്ക്കുമ്പോൾ നമ്മൾ എന്തായാലും വലുതിന്ന് ചെറുതാണ് എഴുതിയേക്കണം. ഇങ്ങനെ കുറച്ചാൽ മതി. അപ്പൊ ആ സൈഡിൽ എഴുതി വെച്ചോ 4x മൈനസ്, ഇവിടുത്തെ ചിഹ്നം അടക്കം എഴുതണം, അത് ശ്രദ്ധിക്കണം കേട്ടോ. 4x ന്ന് 3x കുറച്ചാൽ എന്ത് വരും? 1x, അല്ലെങ്കിൽ x എന്ന് കൊടുക്കുക. ഇവിടെ x എന്ന് എഴുതിക്കോ. എടാ ഇത് തമ്മിൽ കുറച്ചാൽ 0 കിട്ടും, ഉറപ്പാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും? സാർ എഴുതി കാണിച്ചു തരാം. ഇവിടെ -y മൈനസ്, ഇവിടുത്തെ ആള് -y ആണ്. അപ്പൊ 2 മൈനസ് വന്നു കഴിഞ്ഞാൽ അത് പ്ലസ് ആവും. കണ്ട, ഒരാളുടെ തന്നെ പ്ലസ് മൈനസും വന്നാൽ അത് വെട്ടിപ്പോവും, അത് 0 ആയിട്ട് മാറും. എന്തായാലും 0 ആവുമെന്ന് ഉറപ്പാണ്ട. -5 + 5 എന്ന് വന്നു കഴിഞ്ഞാൽ 0 അല്ലടാ. അപ്പോൾ രണ്ടുപേരും ഒരേ ചിഹ്നമാണെങ്കിൽ അത് തമ്മിൽ കുറയ്ക്കുമ്പോൾ 0 വരും. അപ്പൊ ഇയാൾ ആദ്യം എഴുതി മൈനസ്, ഇയാൾ എഴുതി, ചിഹ്നം അടക്കം എഴുതണം കേട്ടോ. 2 മൈനസ് പ്ലസ് ആയി 0 ആയി. ഇവിടെ എന്തായാലും 0 ആണെന്ന് ഉറപ്പാണ്. ഇനി ഇത് തമ്മിൽ മൈനസ് ചെയ്ത് എത്ര കിട്ടുമെന്ന് എല്ലാവരും ഒന്ന് ചാറ്റിലിട്ടെ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 1ഉം -3 തമ്മിൽ കുറച്ച് എത്ര കിട്ടും? എടാ ഇവിടത്തെ ആള് 1 മൈനസ്, ഇവിടത്തെ ആള് -3. ചിഹ്നം അടക്കം എഴുതണം കേട്ടോ. 2 മൈനസ് 1 എന്താവും? കൈകൊണ്ട് ആക്ഷൻ കാണിച്ചേ. 2 മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആവും. അപ്പൊ 1ഉം 3ഉം 4 കിട്ടി. ആരെങ്കിലും ഉണ്ടെന്ന് കൈ വീശി. ഇവിടെ എല്ലാവരും 4 എന്ന് എഴുതിക്കോ. ചിലവർക്ക് ചിലപ്പോൾ -2 എന്നൊക്കെ ഇരിക്കും കിട്ടണം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. 1 മൈനസ്, ഇതിന്റെ ചിഹ്നം എന്താണ്? അതാ. ഇനി ഇവിടെ വെറും 3 ആണെന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ 3 എന്ന് എഴുതിയാൽ മതി. ഇവിടെ -3 ആയതുകൊണ്ട് അതിന്റെ ചിഹ്നം അടക്കം എഴുതണം കേട്ടോ. 1 മൈനസ് -3. അപ്പൊ 2 മൈനസ് ചേർന്നാൽ പ്ലസ് ആവും, 4 ആവും. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. എക്സും 0ഉം കൂട്ടി എക്സ് തന്നെയല്ലേ. അപ്പൊ x = 4 എന്ന് കിട്ടി. ഇനി ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഇക്വേഷനിൽ കൊടുത്ത് y കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളൊരു ഹെൽപ്പ് ചെയ്തേ. ഒരു 2 minutes ടൈം. ആര് ഹെൽപ്പ് ചെയ്യുമെന്ന് നോക്കട്ടെ. ഒരാൾ വിളിച്ച സാറെന്നാ? നമ്മുടെ ബോയ്സിൽ നിന്ന് സാധാരണ അധികം വരാറില്ലത്. ഒരാളെന്ന് പറഞ്ഞാൽ ആരാണ്? അച്യുതിനൊന്ന് വിളിക്കാം. അച്യുത്, എനിക്ക് തോന്നണം നമ്മളുടെ അച്യുതിന്റെ നമ്മുടെ വിന്നേഴ്സിലെ ഒരു കണക്ഷൻ ഇല്ലേ? കണക്ഷൻ ഉണ്ടോ വിന്നേഴ്സിലെ? ആരെങ്കിലും ആയിട്ട് കണക്ഷൻ ഉണ്ടോ? എന്താണ് കണക്ഷൻ? അച്യുതിന്റെ അച്ഛൻ നമ്മുടെ വിന്നേഴ്സിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സീനിയർ സാറാണ്. അറിയോ സാറിന്? സുനിൽ സാറാ. സുനിൽ സാറിന് എത്ര വലിയ മോനില്ല. സുനിൽ സാറിന്റെ മോൻ കോളേജ് കല്യാണം കഴിഞ്ഞല്ലേ? ഓക്കെ മോനെ ഒന്ന് പരിചയപ്പെടുത്തിയേ. ഫാദറിന്റെ പേരെന്താ അറിയോ? ഓക്കെ, CBSE എടുക്കുന്ന ഒരു സാറാണ്. ഓക്കെ, നമ്മുടെ പ്രിയപ്പെട്ട സാറാണ്. മോനെ അപ്പൊ ഏത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം? നമുക്ക് 2 ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതിക്കോ. പുട്ട് x = 4 ഇൻ ഇക്വേഷൻ 2. രണ്ടാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ എന്തൊരു വേഗം എന്ന് പറഞ്ഞേ? അതേടാ 4 × 4 കൊടുക്കുക. -y = ഇവിടുത്തെ നമ്പർ 1 അല്ലേ? അപ്പൊ 4 × 4 16 എന്ന് വരും. -y = 1.
അപ്പൊ നമുക്ക് മൈനസ് വൈ അല്ല, വെറും വൈ ആണ് വേണ്ടേ. അപ്പൊ മൈനസ് വൈ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, അപ്പൊ വൈ ആയി. ഈ 1 ഇപ്പുറത്തേക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പൊ മോനെ 16 അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഈ +1 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? -1 എന്നാവും. ഈക്വൽ അവിടെ ഇരുന്നോട്ടെ. ഈ -y അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? +y ആവും. 16 1 കുറച്ചാ 15 ഈക്വൽ y എന്ന് കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാവരും എഴുതിക്കോ, വൈയുടെ വാല്യൂ 15 എന്നാണ് വാല്യൂ. 15 ഈക്വൽ y എന്ന് പറഞ്ഞതിന്റെ അർത്ഥം y എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പൊ വെരി ഗുഡ്. അപ്പൊ y 15 കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീനിലേക്ക് അടിച്ച്. കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്. എടാ അപ്പൊ എക്സും വൈയും നമുക്ക് കിട്ടിയില്ലേ? ഇനി അപ്പൊ ലാസ്റ്റ് നിങ്ങൾ എഴുതിക്കോ, therefore ഫ്രാക്ഷൻ ഭിന്നസംഖ്യ ഇസ് ഈക്വൽ ടു, ഫ്രാക്ഷൻ നമ്മൾ എഴുതിയത് x/y എന്നാണ്. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് എല്ലാവരും 4 എന്ന് കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് എല്ലാവരും 15 എന്ന് കൊടുക്കുക. ഇതാണ് നമ്മളുടെ ആൻസർ. 4/15 ആണ് നമ്മളുടെ ഭിന്നസംഖ്യ. ഇനി നിങ്ങൾക്ക് മനസ്സിലായി നോക്കട്ടെ, ഇതിന്റെ ന്യൂമറേറ്റർ ആരാ? കൈകൊണ്ട് ആക്ഷൻ കാണിച്ചേ. ന്യൂമറേറ്റർ 4 ആണ്, ഡിനോമിനേറ്റർ ആരാ? 15 ആണ്. ഇനി അവർ പറഞ്ഞ കണ്ടീഷൻ കറക്റ്റ് ആണെന്ന് ചുമ്മാ നോക്കാം. ന്യൂമറേറ്ററിന്റെ കൂടെ 1 കൂട്ടിയെന്ന്, ന്യൂമറേറ്ററിന്റെ കൂടെ 1 കൂട്ടിയാൽ 4 1 5, 5/15 ചെറുതാക്കിയ 1/3 ആവുമെങ്കിൽ ഒന്ന് സ്ക്രീനിലേക്ക് അടിച്ചേ. 1/3 ആവും. ഇതിനെ 2നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/3 ആവും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ കറക്റ്റ് ആണോ നോക്കാം. ഡിനോമിനേറ്ററിന്റെ കൂടെ 1 കൂട്ടിയാൽ 1/4 ആവുമെന്ന്, ഡിനോമിനേറ്ററിന്റെ കൂടെ 1 കൂട്ടിയാൽ 4/16. ഇത് 1/4 ആവുമെങ്കിൽ ഒന്ന് കൈവീശിയേ. ആവും. ഇതിന് 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/4 ആവും. അപ്പൊ അവർ പറഞ്ഞ കണ്ടീഷൻ കറക്റ്റ് ആണെന്ന് നമ്മൾ തെളിയിച്ചു. അപ്പോൾ ഇതൊരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് പരീക്ഷയ്ക്ക് ഇട്ട പകുതി വരെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്ന് സ്ക്രീനിലേക്ക് അടിച്ച്. പകുതി വരെയൊക്കെ ഞാൻ ഒപ്പിക്കും. ചെയ്യാൻ പറ്റുമോ? ഓക്കെ, സൂപ്പർ. അപ്പോൾ സ്റ്റെപ്പ് ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് നമ്മളൊരു ക്വിസ് മത്സരം നടത്താൻ വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് പേന അടച്ച് വെച്ചോ. എടാ അപ്പം ഇത്രേ ഉള്ളൂ. ഫ്രാക്ഷൻ x/y എന്ന് എടുക്കുക. അത് ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം. ഡിനോമിനേറ്ററിന്റെ കൂടെ 1 കൂട്ടി എന്നാണ് പറഞ്ഞത്. അപ്പം അത് എന്താവുന്ന ക്ലൂ തന്നിട്ടുണ്ടാവും, അത് ഈക്വൽ കൊടുക്കുക. അടുത്ത കണ്ടീഷനിൽ ഡിനോമിനേറ്ററിനൊപ്പം 1 കൂട്ടി, അത് എന്താവുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ തെറ്റിക്കൂല എന്ന് ഉറപ്പുള്ളവരൊന്ന് ചോദിച്ചേ. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അത്ര ഉള്ള സംഭവം. അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കി. വേഗം 1 മിനിറ്റ് വായിച്ചു നോക്കാം. ഈ മത്സരത്തിന് വേണമെങ്കിൽ അരുൺ സാറിന് പങ്കെടുക്കാം കേട്ടോ. പിന്നെ വാച്ച് ചെയ്യുന്ന സാർമാർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം. പക്ഷെ ഒരു ആൻസർ ഹെൽപ്പ് ചെയ്യരുത്. നിങ്ങൾ ഇതിന്റെ ഇടയിൽ ഗൂഗിളൊന്നും നോക്കരുത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് കൈവീശുന്നവർക്കാണ്. ലോകങ്ങള് ലാസ്റ്റ് പേജ് ഒന്ന് എടുത്തേ. ലാസ്റ്റ് പേജില് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയാൻ പറ്റും. എടാ ഒരു നമ്പർ x ആണെങ്കിൽ അതിന്റെ 2 ടൈംസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം? കൈകൊണ്ട് ആക്ഷൻ കാണിച്ച്. ഒരു നമ്പർ x ആണെങ്കിൽ അതിന്റെ 2 ടൈംസ് എന്ന് പറഞ്ഞാൽ 2x, 2 മടങ്ങ്. 5 ടൈംസ് എന്ന് പറഞ്ഞാൽ 5x, അതിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യണമെന്നാണ് അർത്ഥം. ത്രൈസ് എന്ന് പറഞ്ഞാൽ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x, 10 ടൈംസ് എന്ന് പറഞ്ഞാൽ 10x. ഓക്കെ, അപ്പൊ ആ ഒരു ഐഡിയ ഒക്കെ വരുന്ന ചോദ്യം ഉണ്ടോ? അപ്പൊ എല്ലാവരും ഒന്ന് പേജ് നമ്പർ ഇട്ടോ. പേജ് 18, ക്വസ്റ്റ്യൻ നമ്പർ 7. 18 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 18 ക്വസ്റ്റ്യൻ നമ്പർ 7. അപ്പൊ ഒന്ന് സ്ക്രീനിലേക്ക് നോക്കാം. ഓക്കെ, ഞാനൊന്ന് വായിക്കാം. 11 added to a number gives twice another number. ഒരു സംഖ്യയുടെ കൂടെ 11 കൂട്ടിയപ്പോൾ വേറൊരു സംഖ്യയുടെ ട്വൈസ്. ട്വൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആക്ഷൻ കാണിച്ച്. ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഒരു സംഖ്യയുടെ കൂടെ 11 കൂട്ടിയപ്പോൾ വേറൊരു സംഖ്യയുടെ 2 മടങ്ങ് കിട്ടി. അതാണ് ആദ്യത്തെ സെന്റൻസ് അല്ലെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ. അടുത്ത സെന്റൻസ് 20 added to the second number gives twice the first number. രണ്ടാമത്തെ സംഖ്യയുടെ കൂടെ 20 കൂട്ടിയപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ ട്വൈസ് 2 മടങ്ങ് കിട്ടിയെന്ന്. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, ആദ്യത്തെ കണ്ടീഷൻ ഒന്നുകൂടി പറയാം. 2 സംഖ്യകളുണ്ട്. ആദ്യത്തെ സംഖ്യയുടെ കൂടെ 11 കൂട്ടിയപ്പോൾ വേറൊരു സംഖ്യയുടെ 2 മടങ്ങ് കിട്ടി. അടുത്ത കണ്ടീഷൻ രണ്ടാമത്തെ സംഖ്യയുടെ കൂടെ 20 കൂട്ടിയപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടിയെന്ന്. നമുക്ക് കൺഫ്യൂഷൻ ആക്കാതെ അതിന് തന്നെ എഴുതാം. ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? കൈകൊണ്ട് ആക്ഷൻ കാണിച്ചേ. 2 നമ്പർ ഉണ്ട്. ഫസ്റ്റ് നമ്പറും ഉണ്ട്, സെക്കൻഡ് നമ്പറും ഉണ്ട്. അപ്പൊ അതിന് എക്സും വൈന്നും പേര് കൊടുക്കുക. അപ്പൊ അതിന് തന്നെ എഴുതിക്കോ. ഒന്ന് ഓൺ ചെയ്തു സാർ. ലെറ്റ് ഫസ്റ്റ് നമ്പർ ഇസ് ഈക്വൽ ടു, ആദ്യത്തെ സംഖ്യ ഇസ് ഈക്വൽ ടു എക്സ്. ആദ്യത്തെ സംഖ്യ ഇസ് ഈക്വൽ ടു എക്സ്. സെക്കൻഡ് നമ്പർ, രണ്ടാമത്തെ സംഖ്യ ഇസ് ഈക്വൽ ടു വൈ. ആദ്യത്തെ സംഖ്യേനെ എക്സ് എന്ന് എടുക്കുക, രണ്ടാമത്തെ സംഖ്യേനെ വൈ എന്ന് എടുക്കുക.
ഓക്കെ, ആദ്യത്തെ സംഖ്യ എക്സ്, രണ്ടാമത്തെ സംഖ്യ വൈ. എടാ ഇനി നമുക്കേ അവർ തന്നിട്ടുള്ള ആദ്യത്തെ സെന്റൻസ് ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ അത് നോക്കുമ്പോൾ എടുത്തെഴുതാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യത്തെ സെന്റൻസ് നോക്കിയേ, എൻ്റെ ഒപ്പം തന്നെ എഴുതിക്കോ. 11 added to a number gives twice another number എന്നാണ്. അപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ കൂടെ 11 കൂട്ടുമ്പോൾ രണ്ടാമത്തെ നമ്പറിന്റെ ട്വൈസ് കിട്ടും. അപ്പോൾ എഴുതിക്കോ 11 added to the first number gives എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈൻ ഇടാ. ആദ്യത്തെ സംഖ്യയുടെ കൂടെ 11 കൂട്ടുമ്പോൾ, മലയാളം മീഡിയംകാരെ എഴുതിക്കോടാ, ആദ്യത്തെ സംഖ്യയുടെ കൂടെ 11 കൂട്ടുമ്പോൾ അടുത്ത സംഖ്യയുടെ ട്വൈസ് ദ അനദർ നമ്പർ എന്ന്. അപ്പൊ ട്വൈസ് അനദർ നമ്പർ, അടുത്ത സംഖ്യയുടെ 2 മടങ്ങ് കിട്ടും. ട്വൈസ് അനദർ നമ്പർ. ഗീവ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈൻ കൊടുക്കുക. ഇറ്റ് ഗീവ്സ് എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ ടു എന്നുള്ള മീനിങ് ആണ് കേട്ടോ. 5 + 3 gives 8 എന്ന് പറഞ്ഞാൽ 5 + 3 = 8 എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ആദ്യത്തെ സംഖ്യയുടെ കൂടെ 11 കൂട്ടുമ്പോൾ രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടുന്നു. അതാണ് അവർ പറഞ്ഞ ആദ്യത്തെ കണ്ടീഷൻ. സാർ ഇങ്ങനെ എഴുതി പെട്ടെന്ന് കിട്ടാൻ. ആദ്യത്തെ സംഖ്യയുടെ കൂടെ 11 കൂട്ടുമ്പോൾ രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടും. അപ്പോൾ നമുക്കിത് ഇക്വേഷൻ ആക്കാം. എല്ലാവരും നോക്കിയേ, ആദ്യത്തെ സംഖ്യയുടെ പേരെന്താ? എല്ലാവരും ആക്ഷൻ കാണിച്ചേ. എക്സ്. ആദ്യത്തെ സംഖ്യയുടെ കൂടെ 11 കൂട്ടിന്നല്ലേ, അപ്പൊ ഇതിന്റെ ഒപ്പം 11 കൂട്ടിയെന്നാണ് മീനിങ്. അപ്പൊ എല്ലാവരും എഴുതിക്കോ x + 11 ഈക്വൽ. ആദ്യത്തെ സംഖ്യയുടെ കൂടെ 11 കൂട്ടി 11 + x എന്ന് എഴുതിയാലും ശരിയാണ്, x + 11 എന്ന് എഴുതിയാലും ശരിയാണ്. നമുക്ക് ഇങ്ങനെ എഴുതാം, ഈ സംഖ്യയുടെ കൂടെ 11 കൂട്ടിയെന്നാണ് ഇതിന്റെ അർത്ഥം. ഈക്വൽ ട്വൈസ് ദ അനദർ നമ്പർ, രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടുമെന്ന്. അപ്പൊ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്ര കൊണ്ട് ഇൻറ്റു വേണം? കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചേ. ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു അല്ലടാ. അപ്പൊ രണ്ടാമത്തെ സംഖ്യ y ആണ്, അതിന്റെ 2 മടങ്ങാണെന്ന്. അപ്പൊ എല്ലാവരും എഴുതിക്കോ 2y. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആയി. അപ്പൊ ഒന്നുകൂടി പറയാ, ആദ്യത്തെ സംഖ്യ x ആണ്, അതിന്റെ ഒപ്പം 11 കൂട്ടി, അപ്പോ രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടി. രണ്ടാമത്തെ സംഖ്യ y ആണ്, അതിന്റെ 2 മടങ്ങ് കിട്ടി. ഇതിപ്പോ ഇക്വേഷന്റെ ഫോർമാറ്റ് ആയിട്ടില്ല. എക്സിനെ അവിടെ തന്നെ നിർത്താം, നമുക്ക് y-നെ ഇപ്പുറത്തേക്ക് ആക്കാം, നമ്പറിനെ അപ്പുറത്തേക്ക് ആക്കാം. അപ്പൊ +2y ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സിമ്പിൾ ആവും? ഒന്ന് ആക്ഷൻ കാണിച്ചേ. +2y ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എഴുതിക്കോ -2y എന്നായി. ഈക്വൽ സൈൻ അങ്ങനെ തന്നെ ഇടാം. എടാ +11 അപ്പുറത്തേക്ക് പോയാൽ എന്ത് സിമ്പിൾ ആവും? ആക്ഷൻ കാണിച്ചേ. +11 അപ്പുറത്തേക്ക് പോയാൽ -11 എന്നാവും. ഇതിനെല്ലാവരും ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തോ. കണ്ടോ, ഫസ്റ്റ് ഇക്വേഷൻ നമ്മളാക്കി. ഇത്ര ഉള്ളു പരിപാടി. അപ്പൊ ആദ്യത്തെ സംഖ്യയുടെ കൂടെ 11 കൂട്ടുമ്പോൾ രണ്ടാമത്തെ സംഖ്യയുടെ അനദർ നമ്പർ എന്ന് പറഞ്ഞാൽ അടുത്ത സംഖ്യയുടെ 2 മടങ്ങ് കിട്ടി. അപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ കൂടെ 11 കൂട്ടി, അപ്പൊ എന്ത് കിട്ടുമെന്നാണ് ഒരു ക്ലൂ തന്നിട്ടുള്ളത്? അടുത്ത സംഖ്യയുടെ 2 ടൈംസ്, 2 മടങ്ങ്. ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. നമുക്ക് ലാസ്റ്റ് എക്സും വൈയും കണ്ടുപിടിക്കണം കേട്ടോ, അതിനാണ് സംഭവം. ഇനി നമുക്ക് അടുത്ത സെന്റൻസ് സാർ എഴുതാം. ഇക്വേഷൻ ആക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യോ? ട്രൈ ചെയ്യുമെങ്കിൽ ഒന്ന് സ്ക്രീനിലേക്ക് അടിച്ചേ, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത സെന്റൻസ് ഒന്ന് വായിക്കാം. ഒന്ന് ക്വസ്റ്റ്യൻ കാണിച്ചോ. 20 added to the second number gives twice the first number. അപ്പോൾ എല്ലാവരും സെന്റൻസ് എഴുതിക്കോ. 20 added to the second number, രണ്ടാമത്തെ സംഖ്യയുടെ കൂടെ 20 കൂട്ടുമ്പോൾ, രണ്ടാമത്തെ സംഖ്യയുടെ കൂടെ 20 കൂട്ടുമ്പോൾ gives എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈൻ ഇട്ടാൽ മതി, ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടുന്നു. twice the first number. രണ്ടാമത്തെ സംഖ്യയുടെ കൂടെ 20 കൂട്ടുമ്പോൾ ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടുന്നു. രണ്ടാമത്തെ സംഖ്യയുടെ കൂടെ 20 കൂട്ടുമ്പോൾ ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടുന്നു. എടാ ഇതിന് ഇക്വേഷൻ ആക്കാൻ പറ്റുമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് റൈസ് സ്റ്റാൻഡ് ചെയ്തേ. ഒരു 50 പേരാകുമ്പോൾ പറയണോട്ടെ സാറേ. ഇതാണ് ആദ്യത്തെ സംഖ്യ, ഇതാണ് രണ്ടാമത്തെ സംഖ്യ. രണ്ടാമത്തെ സംഖ്യയുടെ കൂടെ 20 കൂട്ടുമ്പോൾ ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടുമെന്ന്. 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? കൈയുടെ ആക്ഷൻ കാണിച്ചേ. കുറച്ച് പേർക്ക് എത്തിയിട്ടുണ്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആർക്ക് ഇക്വേഷൻ ആക്കാൻ പറ്റുമോ നോക്കട്ടെ. ചലഞ്ച്. ഓക്കെ, ഒരു 60 പേരായിട്ടുണ്ട് സാറേ. 100 പേരാകുമ്പോൾ പറയണം കേട്ടോ. രണ്ടാമത്തെ സംഖ്യയുടെ കൂടെ 20 കൂട്ടുമ്പോൾ ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടുമെന്ന്. ഓക്കെ, എന്നാ വിളിച്ചു സാർ. എന്നാ അനഗ്യ ലുക്കിംഗ് വെരി കോൺഫിഡൻറ്റ്. അനഗ്യേ ഹായ്, ഗുഡ് ഈവനിങ്. കുട്ടാ, രണ്ടാമത്തെ സംഖ്യയുടെ കൂടെ 20 കൂട്ടാ. രണ്ടാമത്തെ സംഖ്യയുടെ പേരെന്താ? ഇവിടെ നോക്ക്, രണ്ടാമത്തെ സംഖ്യയുടെ പേര് y.
വൈയുടെ കൂടി 20 കൂട്ടിയെന്ന്. അപ്പോൾ y + 20 എന്ന് എഴുതാം, 20 + y എന്ന് എഴുതാം, കുഴപ്പമില്ല. സാർ y + 20 എന്ന് എഴുതി, അതിനൊപ്പം 20 കൂട്ടുമ്പോൾ എന്ത് കിട്ടുമെന്നാ പറഞ്ഞേക്കണേ? ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടുമെന്ന്. അപ്പോൾ 2 × x അല്ലെങ്കിൽ 2x. വെരി ഗുഡ്. എല്ലാവരും അനുഗിക്കൊന്ന് കൈയടിച്ചേ. എടാ ഇങ്ങനെ എഴുതാൻ പറ്റിയവരുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീനിലേക്ക് അടിച്ചേ. ഇങ്ങനെ എഴുതാൻ പറ്റിയവരുണ്ടെങ്കിൽ അവർക്കൊരു കൈയടി. ആരൊക്കെ ഒന്ന് ചെയ്ത് സാറേ, ഇതെഴുതാൻ പറ്റിയവരൊക്കെ ഒന്ന് കൈ. കൊള്ളടാ, പ്രൗഡ് ഓഫ് യു. അപ്പോൾ രണ്ടാമത്തെ സംഖ്യയുടെ കൂടെ 20 കൂട്ടുമ്പോൾ ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടുമെന്നാണ് ഒരു ക്ലൂ തന്നിട്ടുള്ളത്, അടുത്ത ക്ലൂ. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ 2 കിട്ടും. അപ്പോൾ ഇക്വേഷൻ ആക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എക്സ് ആണ് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ വരേണ്ടത്, പിന്നെ വൈ, പിന്നെ നമ്പറാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് എക്സ് ഈ സൈഡിലല്ലേ വന്നേക്കണേ. ഇത് ഇങ്ങോട്ടൊക്കെ ആക്കി കൺഫ്യൂഷൻ ആക്കണേക്കാളും നല്ലത് നമുക്ക് ഇതിനപ്പുറം ഇപ്പുറം തിരിച്ച് ആദ്യം ഒന്ന് എഴുതാം. 2x ഇവിടെ എഴുതാം, ഇതിന് ഇങ്ങോട്ട് എഴുതാം. അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതി. 2x = y + 20. ഇതിനിപ്പുറത്ത് എഴുതി, ഇതിനിപ്പുറത്ത് എഴുതി, അങ്ങനെ എഴുതാം, കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ വൈന് ഇപ്പുറത്തേക്ക് ആക്കിയാൽ പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ 2x അവിടെ തന്നെ നിർത്താം. ഇനി എല്ലാവരും ഒന്ന് ആക്ഷൻ കാണിച്ചേ. +y ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? +y ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -y എന്നാവും. ഈക്വൽ സൈൻ അങ്ങനെ തന്നെ. ഇവിടെ ഒരു 20 ഉണ്ട്, അതിനെല്ലാവരും ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 2. ഇതാണ് പരിപാടി. അപ്പോൾ രണ്ടാമത്തെ സംഖ്യയുടെ കൂടി 20 കൂട്ടിയപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടി. അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ എഴുതാൻ എല്ലാവർക്കും പറ്റി. നമുക്ക് എപ്പോഴും ഇക്വേഷൻ എഴുതുമ്പോൾ എക്സിന്റെ ആള് വൈയുടെ ആള് നമ്പർ അല്ലേടാ. അപ്പോൾ എക്സിന്റെ ആൾ ഇവിടെ അല്ലേ കിടക്കണേ. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഇപ്പുറത്ത് എഴുതാം, ഇതിന് ഇപ്പുറത്ത് എഴുതാം. കാരണം ഇപ്പം 5 = a എന്ന് പറഞ്ഞാലും a = 5 എന്ന് പറഞ്ഞാലും സെയിം തന്നെ അല്ലേ, അപ്പുറം എഴുതാം. അപ്പോൾ ഇതിനിവിടെ എഴുതി, ഇതിനിവിടെ എഴുതി. ഇനി ആ ചിഹ്നങ്ങളടക്കം ഇങ്ങോട്ട് മാറ്റാം. +y ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ -y ആയി, ഇവിടെ 20 വരും കേട്ടോ. അപ്പോൾ ഈ 2 ഇക്വേഷൻ വരെ സെറ്റാണെങ്കിൽ ഒന്ന് സ്ക്രീനിലേക്ക് അടിച്ചേ. ഓക്കെ, ഇനി ഇത് രണ്ടും സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പരിപാടി. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വലിയ ഇക്വേഷൻ മുകളിലും ചെറിയ ഇക്വേഷൻ താഴെ എഴുതാം. കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത്തിരി വലുത് ഇവിടെ അല്ലേ, ഇവിടെ പോസിറ്റീവ് നമ്പർ ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് വലിയ ഇക്വേഷൻ ആദ്യം എഴുതാം, ചെറിയ ഇക്വേഷൻ താഴെ എഴുതാം. സോൾവ് ചെയ്യാൻ പറ്റുമോ ട്രൈ ചെയ്യുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിങ്ങൾ കുറേ ചോദ്യം ബേസിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാണ്, ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുക. 2 ഇക്വേഷൻ താഴേക്ക് എഴുതാം കേട്ടോ. ഒരു 2 മിനിറ്റ്സ് ടൈം. അപ്പോഴേക്കും നമുക്ക് ആരെങ്കിലും പരിചയപ്പെടാം. അധികം വിളിക്കാത്ത ഒരാൾ വിളിക്കും. ഏബലിനെ ഒന്ന് പരിചയപ്പെടാം. ഏബലെ ഹായ്. ഏബലിന് സൗണ്ടിന്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ അടുത്ത ആളെ വിളിക്കുന്നു. ഇന്ന് ആരെങ്കിലും മറ്റേ ചെയ്തിട്ടുണ്ടോ? കലാപരമായ പരിപാടികൾ ആരെങ്കിലും ഉണ്ടോ? ഇന്നുണ്ടോ? എന്തെങ്കിലും കാണിക്കാനുണ്ടോ? ഉണ്ട്. അതൊന്ന് 2 പേരുണ്ടെങ്കിൽ അടുത്തേക്ക് ഒന്ന് കാണിച്ചോ, ഈ സമയത്ത് കാണിക്കാം. x - y = 20. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. അടുത്ത ഇക്വേഷൻ x - 2y = -11. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. 2 ഇക്വേഷൻ താഴേക്ക് എഴുതി. ഇതെല്ലാവർക്കും സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന് ഓർമ്മപ്പെടുത്താം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ സെയിം ആയിട്ട് ആരെങ്കിലും ഉണ്ടായില്ലേ? ഇങ്ങനെ സെയിം ആയിട്ട് ആരുമില്ല, ഇങ്ങനെ സെയിം ആയിട്ട് ആരുമില്ല. അപ്പൊ അടുത്ത ഓപ്ഷൻ നോക്കാം. ഇതിനെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഇതാക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചേ. ഇതിനെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്ത് ഇതാക്കാൻ പറ്റുമോ? ആദ്യം നമുക്ക് എക്സിന്റെ ആൾക്കാർ ഒരേപോലെ ആക്കാം. ബേസിക്സ് ഒക്കെ മറന്നുപോയാ. ഇങ്ങനെ നോക്കാം, ഒരേപോലെയുള്ള ആരെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. ഇല്ല. അടുത്ത ഓപ്ഷൻ, ഇതിനെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഇതാക്കാൻ പറ്റുമോ? 2. വെരി ഗുഡ്. അപ്പൊ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2x എന്ന് ആക്കാൻ പറ്റും. അപ്പൊ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയും ഇൻറ്റു ചെയ്യണം, എല്ലാവരെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം, ചിഹ്നമടക്കം 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ചിഹ്നമടക്കം ഇൻറ്റു ചെയ്യണം എന്നുള്ള കാര്യം ഓർത്തോടാ. അപ്പോൾ എല്ലാവരും താഴെ എഴുതിക്കോ. ഇക്വേഷൻ 1 × 2. ഇക്വേഷൻ 1നെ എല്ലാവരെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോകണ്ട. അപ്പോൾ സൈഡിൽ എഴുതിക്കോ. എക്സിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2x, ചിഹ്നമടക്കം കേട്ടോ. -2y-നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ചിഹ്നമടക്കം ഇൻറ്റു ചെയ്യണം കേട്ടോ. 2 × 2 4 -4y എന്ന് വരും. ഇവിടെ എഴുതിക്കോ. ഇവിടെ 2x എന്ന് വരും. -2y-നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ -4y എന്ന് വരും. ഈക്വൽ -11-നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം -22 എന്ന് വരും. ഇവിടെ -22 എന്ന് എഴുതാം. ഇതാണ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, എല്ലാവരെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, ചിഹ്നമടക്കം ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു.
ഇനി നമുക്ക് സെയിം ആയിട്ടുള്ള രണ്ട് ആൾക്കാരുണ്ട്. ആ ഇക്വേഷൻസ് രണ്ടും താഴേക്ക് എഴുതാം. സ്റ്റിൽ ഇത് തന്നെയാണ് വലുത്. അപ്പോൾ രണ്ടും താഴേക്ക് എഴുതിക്കോ. 2x minus y is equal to 20. ഇക്വേഷൻ നമ്പർ 2. അടുത്ത ഇക്വേഷൻ 2x minus 4y is equal to minus 22. രണ്ട് ഇക്വേഷൻ താഴേക്ക് എഴുതുന്നു. ഒരേപോലെയുള്ള രണ്ട് ഇക്വേഷൻ താഴേക്ക് എഴുതാം. എടാ കണ്ടിട്ട് ഇത് തന്നെയല്ലടാ വലുത്. പോസിറ്റീവ് നമ്പറും എന്നിട്ട് ഇവിടെ നെഗറ്റീവ് ആണ്. ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് വലുതും ചെറുതും എഴുതണം കേട്ടോ. നിങ്ങൾക്ക് തിരിച്ചായാലും കുഴപ്പമില്ല, ശ്രദ്ധിച്ച ഓപ്പറേഷൻസ് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ രണ്ടും താഴേക്ക് എഴുതാം. ഇനി എല്ലാവരും ഒന്ന് ആക്ഷൻ കാണിച്ചേ. സെയിം ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടായില്ലേ? സെയിം ആയിട്ടുള്ളത് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് വരയിട്ടോ. സെയിം ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എടാ ഇനി സെയിം വേരിയബിൾ ആണ്, സെയിം സൈൻ ആണ്. അപ്പൊ കൂട്ടണോ കുറയ്ക്കണോ? ഒന്ന് ആക്ഷൻ കാണിച്ചേ. സെയിം വേരിയബിൾ ആണ്, സെയിം സൈൻ ആണ്. അപ്പൊ അത് തമ്മിൽ കുറയ്ക്കണം. അപ്പൊ ഇത് തമ്മിൽ കുറച്ചോ. ഇക്വേഷൻ 2 നിന്നും ഇക്വേഷൻ 3 മൈനസ് ചെയ്യാൻ പോവേണ്ട നമ്മൾ. ഓക്കെ, സെയിം വേരിയബിൾ ആണ്, സെയിം സൈൻ ആണ്. അപ്പൊ അത് തമ്മിൽ കുറയ്ക്കുക, മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം, ചിഹ്നം അടക്കം എപ്പോഴും ഇടണം. മൈനസ് ആണെങ്കിൽ മൈനസ് അടക്കം ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് തമ്മിൽ കുറച്ച് എന്ത് കിട്ടുമെന്ന് സൈഡിൽ എഴുതിക്കോ. 2x മൈനസ് ഇവിടുത്തെ ആള് 2x. 2x നിന്ന് 2x കുറച്ചാൽ 0 ആണ്. ഇവിടെ 0 എന്ന് എഴുതിക്കോ. ഇനി ഇവിടുത്തെ ആള് മൈനസ് y ആണ്. മൈനസ് ഇവിടുത്തെ ആള് മൈനസ് 4y ആണ്. കണ്ടാ, ചിഹ്നം അടക്കം എഴുതണം. ഇവിടുത്തെ ആള് മൈനസ് y, ഇത് തമ്മിൽ മൈനസ് ചെയ്യാനാണ് സംഭവം. മൈനസ് y ആദ്യം എഴുതുന്നു. മൈനസ് ഇവിടുത്തെ ആള് മൈനസ് 4y ആണ്. എടാ രണ്ട് മൈനസ് വന്നാൽ എന്താവുന്ന ആക്ഷൻ കാണിച്ചേ. രണ്ട് മൈനസ് വന്നാൽ പ്ലസ് ആവും. ഇതെന്താന്ന് ബേസിക് ക്ലാസ്സിലുള്ളവർക്ക് അറിയാൻ പറ്റും. ഡിഫറൻറ്റ് സൈൻ ആണ് വന്നിട്ടുള്ളത്. ഇത് ഒരേ വേരിയബിൾ ആണ്, ഇത് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുക. ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആക്ഷൻ കാണിച്ചേ. വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ സിമ്പൽ. 4y ഒരു y കുറച്ച് എത്ര y കിട്ടും? 4y y കുറച്ചാൽ 3y, വലുതിന്റെ ചിഹ്നം പ്ലസ് വരും. അപ്പൊ 3y എന്നായിരിക്കും ഇവിടെ വന്നത് കേട്ടോ. 3y. ഓക്കെ, ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആണ്. ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം കേട്ടോ. 4y ഒരു y കുറച്ചാൽ 3y, വലുതിന്റെ ചിഹ്നം പ്ലസ് വരും. അപ്പൊ ഇവിടെ എല്ലാവരും പ്ലസ് 3y എന്ന് എഴുതിക്കോ. ഈക്വൽ. ഇനി ഇത് തമ്മിൽ കുറച്ച് എന്ത് കിട്ടുമോ നോക്കാം. 20 എഴുതാ. മൈനസ് ഇവിടുത്തെ ആള് മൈനസ് 22 ആണ്. എടാ രണ്ട് മൈനസ് വന്ന് എന്താവും? ഒന്ന് ആക്ഷൻ കാണിച്ച്. രണ്ട് മൈനസ് വന്നാൽ പ്ലസ് ആവും. അപ്പൊ 20 പ്ലസ് 22 എന്ന് പറഞ്ഞാൽ 42 എന്ന് വരും. അപ്പൊ ഇവിടെ 42 കിട്ടും. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. ഒരു 2 minutes ഇത് ചെയ്ത് കഴിഞ്ഞാൽ സാർ ബ്രേക്ക് തരും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വേഗം ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഇക്വേഷനിലൊക്കെ കൊടുത്ത് വൈയൊക്കെ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. 2x മൈനസ് 2x എന്ന് പറഞ്ഞാൽ 0 വരും. ഇത് മൈനസ് y ആണ്. മൈനസ് ഇവിടുത്തെ ആള് മൈനസ് 4y. രണ്ട് മൈനസ് വന്നാൽ പ്ലസ് ആവും. ഇത് വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം കേട്ടോ. ഓക്കെ, എന്നാലും വിളിച്ചോ സാർ ഒന്ന്. ആൻമരിയ നമ്മളെ ക്വസ്റ്റ്യനിൽ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. ആൻമരിയെ ഹായ്, ഹെൽപ്പ് ചെയ്യോ? ഓക്കെ, ഗുഡ് ഈവനിങ് മോളെ. 0 പ്രത്യേകിച്ച് വാല്യൂ ഇല്ല. 3y ഈക്വൽ 42 എന്ന് കിട്ടൂലേ? 3y 42 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്ത് വരും? വേറെ ഇക്വേഷനിൽ അല്ല, വൈയുടെ വാല്യൂ സെയിം തന്നെയല്ലേ വരുള്ളൂ? വൈയുടെ വാല്യൂ ഇത് ഡിവൈഡ് ചെയ്താ 14 കിട്ടും. ഓക്കെ, ഇനി മോള് പറഞ്ഞു ഏത് ഇക്വേഷനിൽ കൊടുക്കണം? എളുപ്പം ഏതാ തോന്നണേ? എനിക്ക് തോന്നുന്നു പോസിറ്റീവ് ഉള്ളതല്ലേ, രണ്ടാമത്തേല് കൊടുത്താലോ? ഓക്കെ, അപ്പൊ എഴുതിക്കോ. പുട്ട് y is equal to 14 in equation 2 കൊടുക്കുന്നത് കേട്ടോ. 2 കൊടുക്കുമ്പോൾ എന്ത് വരും ഒന്ന് പറഞ്ഞേ. 2x മൈനസ് വൈയുടെ സ്ഥാനത്ത് 14 കൊടുക്കുക ഇസ് ഈക്വൽ ടു 20. അപ്പൊ 2x അവിടെ തന്നെ നിർത്താം. മൈനസ് 14 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് 14 ആവും. അപ്പൊ പ്ലസ് 14 എന്നാവും. അപ്പൊ 2x എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 20ഉം 14ഉം കൂട്ടിയാൽ 34 എന്ന് വരും. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര വരും? 34/2. എടാ 17 ആണ് ആൻസർ വന്നത്. 17 കിട്ടിയ ചാൻസ് കുറവാണ്. 17 കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്തേ. 17 എന്നുള്ള ആൻസർ കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും പേർക്ക് കിട്ടിയ? ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഇങ്ങനെ എഴുതിക്കോ. therefore നമുക്ക് ആ സംഖ്യകൾ ഏതൊക്കെയാണ് എഴുതണം. therefore ഫസ്റ്റ് നമ്പർ ആദ്യത്തെ സംഖ്യ ഇസ് ഈക്വൽ ടു
17 എക്സ് എന്ന് പറഞ്ഞല്ലേ, ഞാൻ മറന്നുപോയല്ല. ഫസ്റ്റ് നമ്പർ എക്സും സെക്കൻഡ് നമ്പർ വൈ അല്ലേ. അപ്പൊ ആദ്യത്തെ നമ്പർ 17, രണ്ടാമത്തെ സംഖ്യ ഇസ് ഈക്വൽ ടു 14. 14. ഇത്ര ഉള്ളൂ പരിപാടി. ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ഒന്നല്ല, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ ആക്കാൻ പഠിക്കണം കേട്ടോ. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ആദ്യത്തെ സംഖ്യയുടെ കൂടെ 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടി. അതാണ് സാർ അങ്ങനെ എഴുതിയത്. അതിന് ഇക്വേഷൻ ആക്കുക. എക്സിനെ വൈനേക്ക് അടുത്തേക്ക് കൊണ്ടുവരാം, നമ്പറിന് അപ്പുറത്തേക്ക് കൊണ്ടുവരാം, ഇക്വേഷനെ ഫോർമാറ്റ് ആക്കാം. അടുത്തതിൽ രണ്ടാമത്തെ സംഖ്യയോടൊപ്പം 20 കൂട്ടിയപ്പോൾ ആദ്യത്തേൻ്റെ 2 മടങ്ങ് കിട്ടി. അപ്പോൾ എക്സിനെയൊക്കെ ഇടതുവശത്തേക്ക് ആക്കുക. അപ്പോൾ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ എക്സ് ലെഫ്റ്റ് സൈഡിൽ കറക്റ്റ് വന്നോളും. പിന്നെ വൈനേക്ക് ആക്കുക, നമ്പറിനേക്ക് ആക്കുക, 2 ഇക്വേഷൻ ഒരേപോലെ ഉണ്ടാകുന്ന നോക്കുക, ഒരേപോലെ ആക്കാൻ നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യാടാ. ഓക്കെ, ഇത് ഞാൻ എക്സാമിന് ഞാൻ ചിലപ്പോൾ ഇടുള്ളൂ, കുറച്ച് വലുതായതുകൊണ്ട്. എങ്കിലും ഇത് പകുതി സ്വയം ചെയ്യാൻ പറ്റിയായിരുന്നു. സ്ക്രീനിലേക്ക് അടിച്ചേ. ഓക്കെ, എന്നെല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കി. കുറച്ച് പേര് ടാസ്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ബ്രേക്കിന് മുമ്പ് ഒരു റിഫ്രഷിംഗ് ടാസ്ക് നമുക്ക് ചെയ്യാം. ഞാൻ ഒരു ചോദ്യം വേണോ 2 ചോദ്യം വേണമെന്ന് ടൈം നോക്കിയായിരുന്നു. നമുക്ക് ഇനിയുള്ള ചോദ്യമൊക്കെ ഇത്തിരി വലുതാണ്. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഏത് ചോദ്യം വേണമെന്ന് നോക്കിക്കോ. ഒരു ചോദ്യം 10ാമത്തെ പേജിൽ 5ാമത്തെ ചോദ്യമാണ്, ഒരു ക്ലാസിന്റെ പ്രോബ്ലം ഉണ്ട്. അല്ലെങ്കിൽ 16ാമത്തെ പേജിലെ 3ാമത്തെ ചെയ്യണോ? റഹീമിന്റെയും രാമുവിന്റെയും ഏജിന്റെ പ്രോബ്ലം വേണോ? നമുക്ക് ഏജ് ചെയ്താലാ? ഏജ് ഇഷ്ടമാണോ? ഏജ് ഒന്ന് ചെയ്യാം. നല്ല ചോദ്യം. ഇഷ്ടമല്ല? ഇനി ആകെ കുറച്ച് ചോദ്യം കൂടെ ഉള്ളൂ. ഏജ് നമുക്ക് തീർക്കാം. നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും പേജ് 16 എടുത്തോ. ക്വസ്റ്റ്യൻ നമ്പർ 5 അല്ല 5 അല്ല 3. പേജ് 16 ക്വസ്റ്റ്യൻ നമ്പർ 3. ഇത് നമ്മൾ 2 എനിക്ക് തോന്നുന്നു ചെയ്താണ് നമ്മൾ ക്ലാസ്സിൽ. 16ാമത്തെ 3 നോക്കാം. അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് സ്ക്രീനിലേക്ക് നോക്കിക്കോ. ഓക്കെ, ചോദ്യം ഇത്രേ ഉള്ളൂ. 4 years ago, 4 വർഷം മുമ്പ്. എടാ, ഈ ചോദ്യം 2-3 രീതിയിൽ ചെയ്യാൻ പറ്റുമോ കേട്ടോ. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം 2 ഇക്വേഷനിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ള മാർഗത്തിലൂടെ ചെയ്യാം. 4 years ago, റഹീംസ് ഏജ് വാസ് 3 times the age of രാമു. 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാണ്. ആഫ്റ്റർ 2 years, 2 വർഷം കഴിയുമ്പോൾ ദിസ് വുഡ് ബിക്കം 2 times. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദെയർ ഏജസ് നൗ? ഓക്കെ, അപ്പൊ 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാണ്. അപ്പൊ റഹീമിന്റെ ഏജ് ആണ് വലുതെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ 3 മടങ്ങാണ്, 3 times. 2 വർഷം കഴിയുമ്പോൾ റഹീമിന്റെ പ്രായം രാമുവിന്റെ 2 മടങ്ങാണ്. അവരുടെ ഇപ്പോഴത്തെ പ്രായം എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഇതുപോലുള്ളൊരു ചോദ്യം വരുമ്പേ സാറ് പറയുന്ന ഈ വാക്ക് എല്ലാവരും ടെക്സ്റ്റിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യോ? പെൻസിൽ കൊണ്ട് മതി. 4 years ago അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. 4 years ago, 4 വർഷം മുമ്പ്, ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ആഫ്റ്റർ 2 years ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്തോ. 4 years agoയും 2 years, ആഫ്റ്റർ 2 years 2 വർഷങ്ങൾക്ക് ശേഷം, അത് രണ്ടൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ബേസിക് ഡീറ്റെയിൽസ് ഒന്ന് ബോക്സിലാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്തോ. എൻ്റെ ഒപ്പം തന്നെ ഒരു ടേബിൾ വരച്ചോ. ഓൺ ചെയ്തോ. ഒരു ടേബിൾ ഇങ്ങനെ വരച്ചോ. കാരണം 2-3 കേസുകൾ ഇവിടെ ഉള്ളതുകൊണ്ട്. ഇവിടെ റഹീം എന്ന് എഴുതിക്കോ. റഹീമിനാണ് പ്രായം കൂടുതൽ. ഇവിടെ രാമു എന്ന് എഴുതിക്കോ. റഹീം, രാമു. ഓക്കെ, റഹീമും രാമു എന്ന് എഴുതാം. എടാ, നമുക്ക് ആദ്യം അവരുടെ ഇപ്പോഴത്തെ പ്രായം XY എന്നുള്ള പേര് കൊടുക്കുക. ഞാൻ വലിയ ആൾക്കാണ് X എന്ന് പേര് കൊടുക്കുന്നത്, ചെറിയ ആൾക്ക് Y എന്ന് പേര് കൊടുക്കേണ്ട. അപ്പോൾ അതിന് തന്നെ ലെഫ്റ്റ് സൈഡിൽ എഴുതിക്കോ പ്രസന്റ് ഏജ്, ഇപ്പോഴത്തെ പ്രായം. ഇപ്പോഴത്തെ പ്രായം എന്ന് പറഞ്ഞ് എഴുതിക്കോ. ഇപ്പോഴത്തെ പ്രായം നമുക്ക് റഹീമിന് X എന്ന് കൊടുക്കുക, രാമുവിൻ്റെ ഏജ് Y എന്ന് കൊടുക്കുക കേട്ടോ. ഇപ്പോഴത്തെ പ്രായം Xഉം Yയും. ഇനി നമ്മൾ അണ്ടർലൈൻ ചെയ്ത 2 കേസുകൾ എന്തൊക്കെയാണെന്ന് നോക്കി. 4 years ago. അപ്പോൾ അടുത്ത ഒരു ബോക്സിലായിട്ട് എഴുതാം 4 years ago, 4 വർഷം മുമ്പ്. 4 years ago. എടാ, ഇപ്പോൾ ഒരാൾക്ക് 50 വയസ്സുണ്ടെങ്കിൽ 4 വർഷം മുമ്പ് എത്ര വയസ്സുണ്ടാവും? കൈകൊണ്ട് ആക്ഷൻ കാണിച്ച്. ഒരാൾക്ക് ഇപ്പം 50 വയസ്സുണ്ടെങ്കിൽ 4 വർഷം മുമ്പ് 50-ൽ നിന്ന് 4 കുറച്ചാൽ മതി, 46 വയസ്സുണ്ടാവും. അപ്പൊ ഇപ്പൊ X പ്രായമുള്ള ആൾക്ക് 4 വർഷം മുമ്പ് എത്ര ഏജ് ഉണ്ടാവും? കൈകൊണ്ട് ആക്ഷൻ കാണിച്ചേ. X - 4 ആയിരിക്കും കേട്ടോ. ഇവിടെ X - 4 എന്ന് കൊടുത്തോ. അന്ന് ഇപ്പോൾ Y ഏജ് ഉള്ള ഒരാൾക്ക് 4 വർഷം മുമ്പ് എന്ത് പ്രായം ഉണ്ടാവും? കൈകൊണ്ട് ആക്ഷൻ കാണിച്ചേ.
4 വർഷം മുമ്പ് y-4 ഉണ്ടാവും. വെരി ഗുഡ്. അപ്പോൾ അത് എഴുതി വെച്ചു. ഇനി ഒരെണ്ണം കൂടി എഴുതിക്കോ. ഇനി ഒരു കേസ് കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ 2 years, 2 വർഷം കഴിയുമ്പോൾ. അപ്പോൾ എഴുതിക്കോ, ആഫ്റ്റർ 2 years, 2 വർഷം കഴിയുമ്പോൾ. ഓക്കെ, 2 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ഒരാൾക്ക് 50 വയസ്സുണ്ടെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എത്ര വയസ്സുണ്ടാവും? കൈയുടെ ആക്ഷൻ കാണിച്ചേ. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് 2 വയസ്സ് കൂടും. അപ്പോൾ ഇപ്പോൾ x വയസ്സുള്ള ഒരാൾക്ക് 2 വർഷം കഴിഞ്ഞാൽ എത്ര വയസ്സാവും? x+2 എന്ന് എഴുതിക്കോ. ഇപ്പം അതുപോലെ y ഏജ് ഉള്ള ആൾക്ക് 2 കൊല്ലം കഴിയുമ്പോൾ y+2 എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ബോക്സ് ഒന്ന് അവസാനിപ്പിച്ചോ. ഇത് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകണേ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. ആദ്യത്തെ സെൻറ്റൻസ് നമ്മൾ എഴുതും, അത് നോക്കിയിട്ട് ഇക്വേഷൻ ഉണ്ടാക്കും. രണ്ടാമത്തെ സെൻറ്റൻസ് എഴുതും. അതിനുവേണ്ടിയാണ് അങ്ങനെ 2 സെൻറ്റൻസ് എഴുതിയത്. 4 years ago, after 2 years. ഇപ്പോഴത്തെ പ്രായം x y എന്നും കൊടുക്കുക. അപ്പോൾ ഈ ടേബിൾ സെറ്റ് ആണെങ്കിൽ ഒന്ന് സ്ക്രീനിലേക്ക് അടിച്ചേ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ സെൻറ്റൻസ് നമുക്ക് ടെക്സ്റ്റ് നോക്കി എഴുതാം. അവർ പറഞ്ഞിട്ടുള്ളത് എന്താ? 4 years ago, 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം വാസ് 3 times the age of രാമു എന്ന്. അപ്പോൾ എല്ലാവരും എഴുതിക്കോ 4 years ago. അങ്ങനെ തന്നെ സെൻറ്റൻസ് എഴുതിക്കോ. 4 years ago, 4 വർഷം മുമ്പ്. ആ കേസാണ് നമ്മൾ എടുക്കാൻ പോണേ കേട്ടോ. 4 years ago, 4 വർഷം മുമ്പ്. അവർ തന്നേക്കുന്ന കണ്ടീഷൻ എന്താ? റഹീമിൻ്റെ പ്രായം 3 മടങ്ങാണ് രാമുവിൻ്റെ ഏജിൻ്റെ 3 times ആണെന്ന്. അപ്പോൾ എഴുതിക്കോ 4 വർഷം മുമ്പ് റഹീംസ് ഏജ്, റഹീമിൻ്റെ പ്രായം ഗീവ്സ്, റഹീമിൻ്റെ പ്രായം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? വാസ് 3 times the age of രാമു. രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാണ്. 3 times ഏജ് ഓഫ് രാമു. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഇതിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 4 years ago മുമ്പുള്ളത് ഇങ്ങനെ നോക്കിയാൽ മതി. 4 വർഷം മുമ്പ് ഇതാണ് കേസുകൾ. റഹീമിൻ്റെ ഇങ്ങനെയാണ് ഏജ്, രാമുവിൻ്റെ ഇതാണ് ഏജ്. 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം. അപ്പോൾ എല്ലാവരും റഹീമിൻ്റെ പ്രായം എഴുതിക്കോ. 4 വർഷം മുമ്പ് x-4 ആണ്. ഈക്വൽ 3 times എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? കൈയുടെ ആക്ഷൻ കാണിച്ച്. 3 times എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ രാമുവിൻ്റെ ഏജ് ഇതാണ്, അതിൻ്റെ 3 മടങ്ങാണെന്ന്. അപ്പോൾ എഴുതിക്കോ 3 into ഏജ് ഓഫ് രാമു എന്ന് പറഞ്ഞാൽ y-4. 3 into y-4. ഇത്രേ ഉള്ളൂ കണ്ടീഷൻ. നോക്കി വെറുതെ എഴുതിയാൽ മതി. അപ്പം 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാണ്. രാമുവിൻ്റെ പ്രായം ഇതാണ്, അതിൻ്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ചെയ്യുക. 3 ഇൻറ്റു ചെയ്യേണ്ടത് ഈ 2 ആൾക്കാരോട് കൂടിയാണ്. അപ്പോൾ ഇൻറ്റുവിന് ശേഷം 2 പേരുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ബ്രാക്കറ്റ് ഇട്ടോ. കാരണം 3 ഇൻറ്റു ചെയ്യേണ്ടത് വൈനോട് മാത്രമല്ല, ഈ 2 പേര് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇൻറ്റുവിന് ശേഷം 2 പേരുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടാം. ഇത്രയും സെറ്റാണെന്നുള്ളവരൊന്ന് സ്ക്രീനിലേക്ക് അടിച്ചേ. ഓക്കെ, ഇനി ഒന്നുമില്ല. x-4 അങ്ങനെ തന്നെ എഴുതുന്നു. എടാ, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ അറിയാവുന്നവരൊക്കെ ഒന്ന് കൈവശി. ഒന്ന് ആക്ഷൻ കാണിച്ചേ. എങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും? 3യും y തമ്മിൽ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 3y. ഈ ചിഹ്നം മൈനസ് ആണ്. 3യും 4 തമ്മിൽ ഇൻറ്റു ചെയ്യുക. 12 എന്ന് കിട്ടും കേട്ടോ. വെരി ഗുഡ്. കുറച്ച് പേര് പറഞ്ഞു. ഇനി ഇത് ഇക്വേഷൻ്റെ ഫോർമാറ്റ് ആക്കാൻ വേണ്ടി എക്സിനെയും വൈനെയൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, നമ്പറിനെയൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എക്സ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഈ +3y ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സിമ്പലാവും? ഒന്ന് ആക്ഷൻ കാണിച്ചേ. +3y ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -3y എന്നായി. ഈക്വൽ സൈൻ അങ്ങനെ ഇടാം. ഇവിടെ ഓൾറെഡി ഒരു നമ്പർ ഉണ്ട്, അത് അങ്ങനെ തന്നെ എഴുതിക്കോ. എടാ, -4 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സിമ്പലാവും? ആക്ഷൻ കാണിച്ചേ. -4 അപ്പുറത്തേക്ക് പോകുമ്പോൾ +4 എന്നാവും. ഓക്കെ, ഇനി നമുക്ക് ഭംഗിയായിട്ട് എഴുതാം ഒരു ഇക്വേഷൻ. x-3y is equal to -12ഉം 4ഉം കൂട്ടി എത്രയെന്ന് ആർക്കെങ്കിലും അറിയോ? ഡിഫറൻസ് സൈൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? ആക്ഷൻ കാണിക്കുക. ഡിഫറൻസ് സൈൻ വന്നു കഴിഞ്ഞാൽ വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം. കറക്റ്റ്. 12ന്ന് 4 കുറച്ചാൽ 8 വരും, വലുതിൻ്റെ ചിഹ്നം -8 എന്ന് വരും. ഇതിനെല്ലാവരും ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആദ്യത്തെ കണ്ടീഷനിൽ നിന്ന് നമ്മൾ ആൻമരിയ ടോണി ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ചെയ്ത് നോക്കി? 4 years ago, 4 വർഷം മുമ്പ്. ആ കേസാണ് ടെക്സ്റ്റിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഹെഡിങ് എഴുതാം. റഹീമിൻ്റെ പ്രായം ഏജ് ഓഫ് രാമുവിൻ്റെ 3 മടങ്ങാണ്. 3 times ഏജ് ഓഫ് രാമു. രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാണ്. അപ്പോൾ 4 വർഷം മുമ്പുള്ള ടേബിളിൽ നോക്കാം. 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം x-4. അത് എന്തിന് ഈക്വലാണ്? രാമുവിൻ്റെ ഏജ് എഴുതി, അതിൻ്റെ 3 times. അപ്പോൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇൻറ്റുവിന് ശേഷം 2 പേരുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടാം. ഈ ബ്രാക്കറ്റ് പുറത്തുള്ള ആൾ ഉള്ളിലേക്കൊക്കെ ഇൻറ്റു ചെയ്യുക. എക്സിനെ വൈനെയൊക്കെ ഒരു സൈഡിലേക്ക് ആക്കുക, നമ്പറിനെയൊക്കെ അപ്പുറത്തേക്ക് ആക്കുക. ഈക്വേഷൻ വരെ സെറ്റാണെന്നുള്ളൊരു സ്ക്രീനിലേക്ക് അടിച്ചേ. ഓക്കെ, ഇതുപോലെ നമ്മൾ അടുത്ത കേസ് എഴുതാൻ പോവേണ്ട. നിങ്ങൾക്ക് ആക്കാൻ പറ്റുമോ നോക്ക്. ടെക്സ്റ്റ് നോക്കി ഞാൻ വായിക്കാം. ആഫ്റ്റർ 2 years, 2 വർഷം കഴിയുമ്പോൾ
ദിസ് വുഡ് ബിക്കംസ് 2 ടൈംസ് എന്നാണ് ടെക്സ്റ്റിൽ പറഞ്ഞേക്കണേ. 2 വർഷം കഴിയുമ്പോൾ രഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാണെന്ന്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒരു ഹെഡിങ് എഴുതിക്കോ, ആഫ്റ്റർ 2 years. 2 വർഷം കഴിയുമ്പോൾ, ആഫ്റ്റർ 2 years, 2 വർഷം കഴിയുമ്പോൾ ആർക്കൊക്കെ ഇക്വേഷൻ ആക്കാൻ പറ്റുമോ നോക്കട്ടെടാ. 2 വർഷം കഴിയുമ്പോൾ രഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാണ്. അപ്പൊ എഴുതിക്കോ, രഹീംസ് ഏജ് ഇസ് ഈക്വൽ ടു ദിസ് വുഡ് ബിക്കം 2 ടൈംസ് എന്ന് പറഞ്ഞ അർത്ഥം രഹീമിന്റെ പ്രായം 2 ടൈംസ് ദ ഏജ് ഓഫ് രാമു. രാമുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാണ്. എടാ ഇതിന് ഇതുപോലെ ഇക്വേഷൻ ആക്കാൻ പറ്റുമോ എന്നുള്ളവരൊന്ന് സ്ക്രീനിലേക്ക് അടിച്ചേ. ആക്കാൻ പറ്റുമോ? ഓക്കെ, ഒരു 2 മിനിറ്റ് സമയം തരാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 2 വർഷം കഴിയുമ്പോൾ രഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാണ്. അപ്പൊ എല്ലാവരും 2 വർഷം ആ ഒരു കേസ് നോക്കുക, ടേബിളിൽ നോക്കുക. ആർക്കൊക്കെ ഇക്വേഷൻ ആക്കാൻ പറ്റുമോ നോക്കട്ടെ. ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക. ആക്കാൻ പറ്റിയവരുണ്ടെങ്കിൽ റൈസ് സ്റ്റാൻഡ് ചെയ്തോ. സാർ ഒരു 50 പേരാകുമ്പോൾ പറയണം കേട്ടോ. ആൻമരിയ നോബിള് കൈവെക്കണുണ്ട്. ആൽഡ്രിന് എന്തോ കിട്ടിയിട്ടുണ്ട്, ഐറിന് കിട്ടിയിട്ടുണ്ട്, അതുല്യക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും, ദിന, ജസീക്ക, അമൽ, സിജു, ആഷ്വിൻ, പിന്നെ ടോണി ചേട്ടൻ്റെ മോള് അനഘ, ഇഹ്സാൻ, മിൻഹ. പറ്റുന്നവരുണ്ട്. അന്ന് ഒരാൾ വിളിച്ച സാറെന്നാ. 2 വർഷം കഴിയുമ്പോൾ രഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാണെന്ന്. 2 മടങ്ങായി. ഇവിടെ ആദ്യം 3 മടങ്ങായിരുന്നു, ഇപ്പൊ 2 മടങ്ങാണ്. ഓക്കെ, എന്നൊരാൾ വിളിച്ച സാറെന്നാ. നിദ ഫാത്തിമേ, 2 years, 2 വർഷം കഴിയുമ്പോൾ രഹീമിന്റെ പ്രായം എന്താ മോളെ? ഇത് നോക്കിയൊന്ന് പറഞ്ഞേ. രഹീമിന്റെ ഏജ് എത്രയാണ് 2 വർഷം കഴിയുമ്പോ? അൺമ്യൂട്ട് ചെയ്തേ, സമയം പോണു. അവൾ അൺമ്യൂട്ട് ചെയ്യണില്ല, എന്നാ ഞാൻ വിടുന്നു. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ സാറ് പറയാ 2 വർഷം കഴിയുമ്പോൾ രഹീമിന്റെ പ്രായം x+2 ആണ്, ഈക്വൽ. കേക്കണ്ട മോള്? എനിക്ക് തോന്നണേ നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. കേക്കണ്ട? ഓക്കെ, സ്ലോ ആണ് സാർ, കുഴപ്പമില്ല. നിങ്ങൾ നോക്കിയാൽ മതി, ഫോളോ ചെയ്താൽ മതി. 2 വർഷം കഴിയുമ്പോൾ രഹീമിന്റെ പ്രായം 2 ടൈംസ് എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. രാമുവിന്റെ 2 മടങ്ങാണെന്ന്. രാമുവിന്റെ ഏജ് y+2 എന്നാണ്. ഇത് തന്നെ എഴുതി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീനിലേക്ക് അടിച്ച്. ഇത് നോക്കി സുഖമായിട്ട് എഴുതാൻ പറ്റുമോ കേട്ടോ. 2 വർഷം കഴിയുമ്പോൾ, അപ്പൊ ഈ കേസ് നോക്കാം. 2 വർഷം കഴിയുമ്പോൾ രഹീമിന്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാണ്. രാമുവിന്റെ പ്രായം ഇതാണ്, അതിന്റെ 2 ടൈംസ് എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഈ 2 വരെ ഇൻറ്റു ചെയ്യണം. അപ്പൊ ഇൻറ്റുവിന് ശേഷം 2 പേരുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഇനി അത് ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്യുക. അപ്പൊ x+2 അങ്ങനെ തന്നെ എഴുതുന്നു. ഈ 2ഉം വൈയും ഇൻറ്റു ചെയ്താൽ 2y, ഇവിടുത്തെ ചിഹ്നം പ്ലസ് ആണ്. 2ഉം ഇൻറ്റു ചെയ്താൽ 4 എന്ന് വരും. ഇനി നമുക്ക് എല്ലാത്തിനും ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം, നമ്പറിനൊക്കെ അങ്ങോട്ട് കൊണ്ടുവരാം. എക്സ് അങ്ങനെ തന്നെ. +2y ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഒന്ന് ആക്ഷൻ കാണിച്ചേ. +2y ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -2y എന്നായി. ഇവിടെ ഓൾറെഡി ഒരു 4 ഉണ്ട്. +2 അപ്പുറത്തേക്ക് പോയാൽ എന്താവും? ആക്ഷൻ കാണിച്ചേ. -2 എന്നായി. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ആയി. നമുക്ക് എങ്ങനെ ഇക്വേഷൻ വരും? x - 2y = 2. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 2. അത്ര ഉള്ളു പരിപാടി. ഇപ്പൊ 4 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ എല്ലാവർക്കും 2 മാർക്സ് കിട്ടി. അപ്പൊ ഇത്രയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കി. ആദ്യം തന്നെ ഈ ബോക്സ് ഇത് ബോക്സ് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഇങ്ങനെ എടുത്തെഴുതാനൊക്കെ എളുപ്പം, ഇങ്ങനെ നോക്കുമ്പോൾ എളുപ്പമല്ല, അതിന് വേണ്ടിയാണ്. അപ്പൊ ആദ്യം എക്സും വൈന്ന് എടുക്കുക. 4 വർഷം മുമ്പുള്ളവരുടെ കേസ് എടുക്കുക. 2 വർഷം മുമ്പുള്ളവരുടെ കേസ് എടുക്കുക. ഇനി 4 വർഷം മുമ്പ് ഇയാളുടെ പ്രായം ഇതിന്റെ 3 ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാളുടെ പ്രായം എഴുതുക. ഇതിന്റെ 3 ടൈംസ് എന്ന് പറഞ്ഞാൽ അതിന്റെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇൻറ്റുവിന് ശേഷം 2 പേരും ഈ ബ്രാക്കറ്റ് ഇടുക, ഉള്ളിലേക്ക് ഗുണിക്കുക, ലെഫ്റ്റും റൈറ്റും ഒക്കെ ആക്കാം. ഇനി 2 വർഷം കഴിയുമ്പോൾ ഇയാളുടെ പ്രായം ഇതിന്റെ 2 മടങ്ങാണ്. അപ്പൊ ഇയാളുടെ പ്രായം എഴുതുക. ഇതിന്റെ 2 മടങ്ങ് 2 ഇൻറ്റു ചെയ്യുക. ഇൻറ്റുവിന് ശേഷം 2 പേരും ബ്രാക്കറ്റ് ഇടുക, ഉള്ളിലേക്ക് ഗുണിക്കുക, ഇങ്ങോട്ടൊക്കെ ആക്കാം. ഇപ്പൊ നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടും താഴേക്ക് എഴുതുക. കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി വലുത് മുകളിലും താഴെ ചെറുത് എഴുതിയാൽ നല്ലതായിരിക്കും. കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ നെഗറ്റീവ് നമ്പറൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ വലുതല്ലേ. നമുക്ക് ഈ ഇക്വേഷൻ 2 മുകളിൽ എഴുതാം, ഇക്വേഷൻ 1 താഴെ എഴുതിക്കോ. വലുതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പോസിറ്റീവ് നമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം എഴുതുക, താഴെ ചെറുത് എഴുതിയാൽ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാം. തിരിച്ചായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും ആദ്യം ഇക്വേഷൻ 2ഉം താഴെ ഇക്വേഷൻ 1ഉം ആണ് എഴുതണേ. സെയിം ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന നോക്കാം. ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു 3 minutes ടൈം. അപ്പോഴേക്കും ആരെങ്കിലും പരിചയപ്പെടാം. ഇതുവരെ വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, അപ്പോഴേക്കും ബാക്കിയുള്ളവർ ട്രൈ ചെയ്യും. ബിൻജിതേന നമുക്ക് പരിചയപ്പെടാം. ബിൻജിത, ഹായ്.
ബിഞ്ചിത. ഇന്ന് എനിക്ക് ആരെയും വിളിക്കാൻ പറ്റാനുള്ള അധികം നെറ്റ് ഇഷ്യൂവിന്റെ പിടിയിലാണ് കുറെ പേര്. ഒന്ന് അടുത്താണ് വിളിക്കുക സാർ. ബിഞ്ചിതനെ പരിചയപ്പെടാനുള്ള എൻ്റെ ആഗ്രഹം. ഫിയോണനെ പരിചയപ്പെടാം. ഫിയോണ ഹായ്. ഫിയോണ ഇങ്ങനെ എടാ അൺമ്യൂട്ട് ചെയ്യാം നല്ല കേൾക്കുള്ളൂ. ഇന്ന് രക്ഷയില്ല. ഇന്ന് എനിക്ക് എന്തോ ഉണ്ട്. അൺമ്യൂട്ട് ആണോ? ഹായ് പറഞ്ഞേ. ഓക്കെ. ഓഫ്, ഒരാളോട് സംസാരിച്ചപ്പോ ഒരാശ്വാസം. മോളെ എവിടെയാണ് സ്ഥലം? തീർത്ഥാടനോ? തീർത്ഥാടനത്തിന് വേണോ? വേളാങ്കണ്ണിയിലാ? കോട്ടയം. ഓ നൈസ്. അക്ഷരനഗരമായ കോട്ടയത്താണ്. അടിപൊളി. കോട്ടയത്തെ കുറിച്ച് എന്തോ പറയുമല്ല, കായ 3 കായുടെ നഗരം അങ്ങനെ എന്തെങ്കിലും പറയാം മോളെ? 3, 6 അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പറയാറുണ്ടാ? അക്ഷരങ്ങൾ പറയും. പിന്നെ വേറെ ഏതോ ലെറ്റർ വെച്ച് ഇങ്ങനെ പറയാറില്ലേ? ഇല്ല, അത് അറിഞ്ഞൂടാ. ഓക്കെ, ഞാനതൊന്ന് നോക്കട്ടെ. എന്നെ ആരോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷം? കളിയെ കാണാറുണ്ടോ? ലോകകപ്പൊക്കെ കാണാറില്ലേ? ഏതാണ് ഇഷ്ടമുള്ള ടീം? ഫോറസ്റ്റാ? പോർച്ചുഗല്. ആ, അപ്പൊ ഇന്ന് കാണോ? 10:30 ഇരുന്ന് കാണുന്നുണ്ടാ? ആ, ഏതാ? ഇടയ്ക്ക് കാണുമെന്നാ? ആ, ഓക്കെ ഓക്കെ. ആ, 10:30 കളി കഴിയുമ്പോൾ ഒരു 12:30 ആവും. ഇനി നിങ്ങൾ പാരന്റ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ കണ്ടോ. ഇതൊക്കെ 4 വർഷം കൂടുമ്പോഴല്ലേ. അപ്പൊ എൻജോയ് ചെയ്ത് കാണാം. എന്തായാലും ഏത് ഫാൻസ് ആണെങ്കിലും കാണാം. നല്ല പ്രൊഫഷണൽ കളിയൊക്കെ കാണുമ്പോൾ അടിപൊളിയായിരിക്കും. ആ, ലാസ്റ്റ് കളിയാണ് ഒരു രേഖ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നൈസ് ടു മീറ്റ് യു. ഓക്കെ, അപ്പോൾ വേഗം ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. 2 ഇക്വേഷൻ താഴേക്ക് എഴുതാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ അല്ല, ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതിയത് കാരണം ഇതിൽ പോസിറ്റീവ് നമ്പർ ഇവിടെ അല്ലേ വന്നത് നോക്കിയിട്ട്. ഓക്കെ, അടുത്ത നമ്പർ -8. ഓക്കെ, ഇനി 2 ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എല്ലാവരും ഇപ്പോൾ എക്സ്പെർട്ട് ആയിട്ടുണ്ടാവും. ഫസ്റ്റ് ചെയ്യേണ്ടത് സെയിം ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടാകും നോക്കാം. അതെ, സെയിം ആയിട്ടുണ്ട്. അപ്പോൾ വരയിടുക. ഇനി എല്ലാവരും ഒന്ന് ആക്ഷൻ കാണിച്ച്. സെയിം വേരിയബിൾ ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടണോ കുറയ്ക്കണോ? ആക്ഷൻ കാണിക്ക്. സെയിം വേരിയബിൾ സെയിം സൈൻ ആണെങ്കിൽ കുറയ്ക്കണം. വെരി ഗുഡ്. അപ്പോൾ ഇക്വേഷൻ 2ന്ന് 1 കുറച്ചു. കാരണം ഓൾറെഡി വലുതിൽ നിന്ന് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. 2ഉം 1ഉം കുറയ്ക്കുക. അപ്പോൾ കുറയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് എഴുതാം. ആദ്യം എക്സിന്ന് മൈനസ് ചിഹ്നം അടക്കം എഴുതണം കേട്ടോ. എക്സിന്ന് എക്സ് കുറച്ച് എല്ലാവർക്കും അറിയാം 0ആണ്. ഇവിടെ 0 എന്ന് എഴുതാം. ഇവിടെ 0. ഇനി അടുത്ത ആള് -2y. ചിഹ്നം കണ്ട, ചിഹ്നം അടക്കം എഴുതണം. മൈനസ് ഇവിടുത്തെ ആള് -3y. എടാ 2 മൈനസ് വന്നാൽ എന്താവുന്ന ആക്ഷൻ കാണിച്ച്. 2 മൈനസ് വന്നാൽ അത് പ്ലസ് ആവും. വെരി ഗുഡ്. അപ്പോൾ ഇതെന്താന്ന് ഇപ്പം എല്ലാവർക്കും അറിയാൻ പറ്റും. വൈയുടെ ആൾക്കാരാണ് ഇത് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുക. ഒരാൾ മൈനസും ഒരാൾ പ്ലസ്സും ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് ആക്ഷൻ കാണിച്ച്. ഒരാൾ മൈനസ് ഒരാൾ പ്ലസ്സും ആണെങ്കിൽ വലുതിന്ന് ചെറുത് കുറയ്ക്കുക. വലുതിൻ്റെ ചിഹ്നം 3y-ന്ന് 2y കുറച്ച് എത്ര കിട്ടും? 1y. 3 ആപ്പിളിന്ന് 2 ആപ്പിൾ കുറച്ച് 1 ആപ്പിൾ അല്ലേ? അപ്പോൾ വെറും y-ന്ന് എഴുതാം, അല്ലെങ്കിൽ 1y-ന്ന് എഴുതാം, കുഴപ്പമില്ല. ചിഹ്നം പോസിറ്റീവ് ആണ്, വലുതിൻ്റെ ചിഹ്നം ഉണ്ടോ. അപ്പോൾ ഇവിടെ +y-ന്ന് കിട്ടും. ഇനി ഇത് തമ്മിൽ കുറച്ച് എന്ത് കിട്ടുമോ നോക്കാം. 2 മൈനസ്. ഇനി ഇവിടുത്തെ ചിഹ്നം -8 ആണ്. 2 മൈനസ് ആയ പ്ലസ് ആവും. 2 8 10 കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവശി. 10 കിട്ടിയാ? ഗുഡ് ജോബ് ഗൈസ്. ഇത്ര ഞാൻ ഹെൽപ്പ് ചെയ്ത്. ഇനി ആർക്കെങ്കിലും എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുമോ? അതാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവശി. ആരൊക്കെ ഉണ്ട് നോക്കട്ടെ. മൈനസ് ചെയ്യുമ്പോൾ അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ 0. ചിഹ്നം അടക്കം എപ്പോഴും എഴുതണം. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണേ. ഇയാൾ എഴുതാ മൈനസ്, ഇയാൾ എഴുതാ 2 മൈനസ് ആവും പ്ലസ് ആവും. നമ്മളിപ്പോൾ ഇങ്ങനെ വരൂലടാ. ഇവിടെ 6x-ഉം ഇവിടെ 5x ഉണ്ടെങ്കിൽ ഇത് തമ്മിൽ കുറയ്ക്കാൻ പറഞ്ഞാൽ 6x എഴുതാ മൈനസ് ഇയാൾ എഴുതാ. ഇനിയിപ്പോൾ ഇവിടെ മൈനസ് ഉണ്ടെങ്കിൽ 6x മൈനസ് ഇതിൻ്റെ ചിഹ്നം എഴുതാം. ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഇരിക്കണമെങ്കിൽ ആദ്യത്തെ ആൾ എഴുതാ മൈനസ് ഇയാൾ എഴുതാ -5x. ശ്രദ്ധിച്ചെഴുതിയാൽ ഇത് സിമ്പിളാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഇതാരാണ് സാർ എന്നെ ഹെൽപ്പ് ചെയ്യണേ? വാല്യൂ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ് സാറുള്ളത്? ഏഞ്ചൽ ലുക്കിംഗ് വെരി കോൺഫിഡൻറ്റ്. ഏഞ്ചൽ ഹെൽപ്പ് ചെയ്യാൻ നോക്കട്ടെ. ഏഞ്ചൽ അടം കണ്ടിട്ടൊക്കെ നോക്കുന്നുണ്ട്. 0 + y വരും. മോളെ വൈയുടെ വാല്യൂ 10 മോളെ. വൈയുടെ വാല്യൂ 10. ഇനി നമുക്ക് വൈയുടെ വാല്യൂ 10 ആണെങ്കിൽ y ആയിട്ട് നമ്മളുടെ ആരോ ഏജ് എടുത്ത് രാമു ചേട്ടൻ്റെ ഏജ്. രാമു അപ്പോൾ കുട്ടിയാണ്, 10 വയസ്സുള്ളൂ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. മോളെ ഏത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം?
2-ൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ 2 രണ്ടാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും ഒന്ന് പറഞ്ഞേ. എക്സ് മൈനസ് 2 വൈയുടെ സ്ഥാനത്ത് 10 ഇട്ട് കൊടുത്തൂടെ, ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. അപ്പൊ എക്സ് മൈനസ് 2 × 10 20 വരും. ഈ -20 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും അറിയോ? പ്ലസ് ആവും. അപ്പൊ 2 + 20 എത്രയാണെന്നറിയോ? 22 ആണ്. 22 കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീനിലേക്ക് അടിച്ച്. ചാൻസ് കുറവാണ്, കിട്ടുന്നവരുണ്ട്, ലെജൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എഴുതിക്കോ. ദെയർഫോർ ഏജ് ഓഫ് രഹീം, രഹീമിന്റെ പ്രായം. രഹീമിന്റെ പ്രായം നമ്മൾ ആദ്യം തന്നെ എക്സ് എന്നല്ല എടുത്തത്. അപ്പൊ എക്സ് ആയിട്ട് എത്ര കിട്ടിയത്? 22 years old. ഓക്കെ, അതുപോലെ ഏജ് ഓഫ് രാമു, രാമുവിന്റെ പ്രായം. രാമുവിന്റെ പ്രായം നമ്മൾ വൈ എന്നാണ് എടുത്തത്. വൈ എന്ന് പറഞ്ഞ രാമു ശരിക്കും പറഞ്ഞ ഒരു കുട്ടിയാണ്. അപ്പൊ 22ഉം 10ഉം ആണ് നമ്മളുടെ ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഏജിന്റെ ഐഡിയ കത്തി വരുന്ന സ്ക്രീനിലേക്ക് അടിച്ചേ. ഇത് പരീക്ഷയ്ക്ക് കിട്ടുകഴിഞ്ഞാൽ അറ്റംപ്റ്റ് ചെയ്യോ? ഇനി ചെയ്യൂലേ? ചെയ്യൂന്ന് പറ, ചെയ്യുന്നുള്ളവരൊന്ന് കൈവശി. അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ടേബിളൊക്കെ ആക്കുക. ഏജിന്റെ പ്രോബ്ലം വേണമെങ്കിൽ അങ്ങനെ ചെയ്തോ, കംഫർട്ട് ആയിരിക്കും. ഓരോ സെന്റൻസ് എഴുതുക, ഇക്വേഷനിലേക്ക് ആക്കുക, ഉള്ളിലേക്കൊക്കെ ഇൻറ്റു ചെയ്യുക. എനിക്ക് അത്ര ടഫ് തോന്നണില്ല. അപ്പൊ ഇന്നാകെ സാറ് 3 ക്വസ്റ്റ്യൻ എടുക്കണുള്ളൂ. അപ്പൊ ഇനി എനിക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം ക്ലാസ് വരും. അപ്പൊ ഒന്നെങ്കിൽ ഞാനുണ്ടാവും അല്ലെങ്കിൽ വേറൊരു സാറുണ്ടാവും. നമ്മൾ വെള്ളിയാഴ്ച കംഫർട്ടായിട്ട് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുക. പറ്റുമെങ്കിൽ മിക്കവാറും എന്തായാലും സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങാൻ പറ്റുമെങ്കിൽ തുടങ്ങാം. പേടിക്കണ്ട, നമുക്ക് മാത്സ് ടോപ്പിക്കൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാം കേട്ടോ. ആരെങ്കിലും സ്കൂളിൽ ഹെഡായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ വെള്ളിയാഴ്ച 1-2 ചോദ്യങ്ങളൂടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് വേഗം ഇത് വായിച്ചു നോക്കി. ആത്മാർത്ഥമായിട്ട് വായിക്കുകയാണെങ്കിൽ നമ്മളൊരു ടാസ്ക് കൂടി കളിച്ചിട്ട് അപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു റിലാക്സേഷൻ ആവും. ഇന്നെടുത്ത 3 ചോദ്യത്തിൽ നിന്ന് അടുത്ത എക്സാമിന് ചിലപ്പോൾ നോക്കട്ടെ, ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുള്ളൂ, എല്ലാം കൂടി ഞാൻ ചിലപ്പോൾ ഇടൂല. അത് നോക്കാം. ഞാൻ എന്തായാലും നിങ്ങളുടെ ഗ്രൂപ്പിലേക്കല്ല, നിങ്ങളുടെ ഇതിലേക്കാണ് പിന്നെ സാറേ പോർട്ടലിൽ ഉണ്ടാവും ടോപ്പിക്. അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ആത്മാർത്ഥമായിട്ട് വായിച്ചു കഴിഞ്ഞവർ ഉണ്ടെങ്കിൽ നമുക്കൊരു ഡിഫറൻസ് ഗെയിം കൂടി കളിക്കാം സാർ.